ഹലോ, ലൈവ് സ്റ്റാർട്ടായോ? ലൈവിൽ ആളുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഹായ് പറയുക. ഒരു കമൻറ്റ് ബോക്സിൽ ഒരു ഹായ് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ലൈവ് സ്റ്റാർട്ടായി എന്ന് അറിയാൻ പറ്റും. കുറേ ആയി ലൈവ് വന്നിട്ട്, കുറേ ആയി തോന്നുന്നു. എപ്പോഴും ഇപ്പം നമ്മൾ റെക്കോർഡഡ് വീഡിയോസ് ഇടുന്നത് കാരണം തന്നെ ലൈവിൽ വരുന്നത് വളരെ റെയർ ആയിട്ടാണ്. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഇന്നിപ്പോൾ ഒരു സൺഡേ ആണ്, ഫ്രീ ആണ്, പ്രത്യേകിച്ചിട്ട് ജോലികളൊന്നും ഇല്ല. അപ്പോൾ വിചാരിച്ചു എന്നാൽ ശരി കുറച്ച് നേരം നമ്മുടെ പേജിൽ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ച് നേരം മിണ്ടിയും പറഞ്ഞിട്ടൊക്കെ ഇരിക്കാം എന്ന് വിചാരിച്ചു. യെസ്, അപ്പോൾ ആളുകൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്, എനിക്കിതിൽ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ എന്തൊക്കെയുണ്ട്? ഹായ് സന്തോഷ്, ഹായ്. എന്ത് പറയണു? സൺഡേ ആയിട്ട് എല്ലാവരും വീട്ടിലാണോ? ഇപ്പോൾ ഇവിടെ 6:05. അപ്പോൾ കേരളത്തിൽ 7:35 അല്ലേ വൈകുന്നേരം. എന്താണ് വിഷയം? ഇന്ന് പ്രത്യേകിച്ച് വിഷയങ്ങളൊന്നുമില്ല. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് കുറച്ച് നേരം മിണ്ടിയും വന്നിട്ട് ഇരിക്കാം. പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. വിഷയങ്ങൾ ഇപ്പം ഞാൻ എപ്പോഴും റെക്കോർഡഡ് ടോക്കിൽ ഓരോ വിഷയങ്ങളെ പറ്റിയിട്ടല്ലേ സംസാരിക്കാറുള്ളത്. ഇന്നിപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് വിഷയമൊന്നുമില്ല. സുഖമായിരിക്കണോ സന്തോഷ്? സുഖമായിരിക്കുന്നു. ഹായ് യാസിൻ, രേഷ്മ, പ്രേംജിത്ത്, ബിനോയ്, കമറു, ഹായ് അനിൽ, എല്ലാവർക്കും ഹായ് രഘു, ശ്രീജിത്ത്, ലത, എന്ത് പറയണു എല്ലാവരും? ഷംസു ഹായ്, യാസിൻ, യെസ് എല്ലാവർക്കും ഹായ്. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എല്ലാവരെയും പേര് വായിച്ചിട്ട് തന്നെ 1 മണിക്കൂറാവും. നിഷ ഹായ് നിഷ, ബഷീർ ഹായ്, ഷബീബ് ഹൗ ആർ യു ചോദിക്കണ്ട. പിന്നെ അടിപൊളി, നന്നായി പോന്നു. അബ്ദുൽ നാസർ, ബിജി, മഹിൻ, ശ്രീകുമാർ ഹായ്, നമസ്തേ. ശ്രീജേഷ്, യെസ്. ഇനി നിങ്ങളുടെ വിശേഷങ്ങൾ പറയൂ. എന്താണ് ഇന്നിപ്പോൾ സൺഡേ ആയിട്ട് എന്താണ് പരിപാടി? വീട്ടിൽ വെറുതെ ഇരിക്കുകയാണോ? TV ഒക്കെ കണ്ടിരിക്കുകയാണോ? സിനിമ കാണുകയാണോ? ഞാനിപ്പോൾ കുറച്ചു നേരം ഇങ്ങനെ രേഖാചിത്രം കണ്ടിരിക്കുകയായിരുന്നു. രേഖാചിത്രം ഞാൻ കണ്ട സിനിമയാണ് തിയേറ്ററിൽ പോയിട്ട്. പിന്നെ ഇങ്ങനെ ഇതിൽ കണ്ടപ്പോൾ ഇങ്ങനെ കുറച്ചു നേരം ഇരുന്ന് കണ്ടു. പിന്നെന്താ, ഇന്ന് പ്രത്യേകിച്ചിട്ട് പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ വീക്കെൻഡ് ഇപ്പോൾ ഇവിടുത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, നമ്മളെപ്പോഴും തമാശയ്ക്ക് പറയാറുണ്ട് UAE അടുത്ത ക്രിസ്മസ് വരുന്നവരെ ഓണാണെന്ന്. കാരണം ഓണപ്പോൾ നമ്മളെ സംബന്ധിച്ച് സെപ്റ്റംബർ 5-ാം തീയതി കേരളക്കാർക്കൊക്കെ കഴിഞ്ഞു, മലയാളികൾക്കൊക്കെ കഴിഞ്ഞു. പക്ഷേ UAE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് പിന്നെ ഡിസംബർ വരെ, അല്ലെങ്കിൽ ഡിസംബറിന് ശേഷവും ആഘോഷങ്ങളാണ്. ഓണം വന്നു കഴിഞ്ഞാൽ പിന്നെ ഓണം ഒരു ദിവസം, ഒരാഴ്ച, ഒരു മാസം ഒന്നുമല്ല, മാസങ്ങളോളം ഓണാഘോഷങ്ങളാണ്. അപ്പോൾ ഇനിയുള്ള എല്ലാ വീക്കെൻഡുകളും എന്തെങ്കിലുമൊക്കെ ആയിട്ട് പരിപാടികൾക്ക് ആരെങ്കിലുമൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീക്കെൻഡ് പരിപാടിയുണ്ട്, അതിൻ്റെ അടുത്ത വീക്കെൻഡ് പരിപാടിയുണ്ട്. അപ്പോൾ ഫ്രീ അല്ല. പക്ഷേ ഈ വീക്കെൻഡ് ഞാൻ ഫ്രീ ആണ് എന്ന് പ്രത്യേകിച്ചിട്ട് ഒരു പരിപാടികൾ എടുത്തിട്ടില്ല. വീട്ടിലിരുന്നു, കുറച്ച് പരിപ്പണികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ തീർത്തു. വെക്കേഷൻ അടിച്ചു പൊളിച്ചു. യെസ് ജോസ്, വെക്കേഷൻ ഇപ്രാവശ്യം വെക്കേഷൻ അടിപൊളിയായിരുന്നു. കാരണം 21 ദിവസത്തിനാണ് ഞാൻ വന്നത്. അയ്യോ, പക്ഷേ കുറേ സ്ഥലങ്ങൾ പോയി. ഞാൻ ഇങ്ങനെ ട്രാവൽ ചെയ്തിട്ടില്ല ഇത്രയും അടുപ്പിച്ച്. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടിലിരുന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇത്തവണത്തെ വെക്കേഷൻ അടിപൊളിയായിരുന്നു. ഞങ്ങൾ എവിടേക്ക് പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഊട്ടി പോയി, ഗുരുവായൂർ പോയി, മൂകാംബിക പോയി, തിരുവനന്തപുരം പോയി, കോട്ടയം പോയി, കൊച്ചി പോയി. അങ്ങനെ എന്താ പറയുക, ആകെ മൊത്തം ഒരു ജഗപോകയായിരുന്നു. എനിക്ക് പോയതും വന്നതും മാത്രമേ ഓർമ്മയുള്ളൂ. ബാക്കി 21 ദിവസം ഇതാ പറയുമ്പോഴേക്കും പോയി. ഓണം ഫോട്ടോസ് സൂപ്പർ ആയിരുന്നു പറയേണ്ടത് ശ്രീലക്ഷ്മി. താങ്ക് യു. ഞങ്ങളുടെ ഓണം ഫോട്ടോസ് പറഞ്ഞാൽ ഈ ഓണം, തിരുവോണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപ്പുവിൻ്റെ പിറന്നാളാണ്. അതായത് അവള് ചിങ്ങത്തിലെ തിരുവോണം ദിവസം ഓണത്തിനാണ് ജനിച്ചത്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഓണം ഒരു ഡബിൾ സന്തോഷം, പാപ്പുവിൻ്റെ പിറന്നാളായതുകൊണ്ട്. അപ്പോൾ എല്ലാ ഓണത്തിനും ഞങ്ങൾ ഒരു ഫോട്ടോ ഞങ്ങളുടെ ഒരു കുടുംബ ഫോട്ടോ എടുക്കും, ഒരു ഫോട്ടോഷൂട്ട്. അത് ഞങ്ങളുടെ അടുത്ത് എനിക്ക് ഏട്ടനെ പോലെയുള്ള ഗോപിയേട്ടൻ എന്ന് പറയും. കടമ്പഴിപ്പുറം ഉള്ളവർക്കൊക്കെ അറിയാം. കടമ്പഴിപ്പുറം ശില്പ സ്റ്റുഡിയോ അത്യാവശ്യം നല്ലൊരു ഫേമസ് സ്റ്റുഡിയോ ആണ്. അപ്പോൾ ഗോപിയേട്ടനാണ് ഞങ്ങളുടെ എല്ലാ കൊല്ലത്തെയും ഫോട്ടോഗ്രാഫർ. അപ്പോൾ അതൊരു വഴിപാട് അല്ലെങ്കിൽ റിച്വൽ പോലെ ഇങ്ങനെ തുടർന്നു വരിക. അപ്പോൾ പാപ്പുവിന് 13 വയസ്സായി. 13 വർഷം ഞങ്ങളത് മുടക്കിയിട്ടില്ല. ഓണം അടിപൊളിയായിരുന്നു ഷിജിൻ, അടിപൊളിയായിരുന്നു. അജീന്ദ്രൻ സുഖം തന്നെയല്ലേ ചോദിക്കുന്നുണ്ട്. പിന്നെന്താ അഖിൽ, ഓണം അടിച്ചു പൊളിച്ചു, അടിപൊളിയായിരുന്നു. പ്രതീഷ്, സൗമ്യച്ചി സുഖല്ലേ? പിന്നെ നവരാത്രി ആശംസകൾ അഡ്വാൻസ്. ഇനിയിപ്പോൾ ഒക്ടോബർ ആയ നവരാത്രി ആയി. കറക്റ്റ്. GCC മുഴുവൻ അങ്ങനെയാണെന്ന്. കറക്റ്റാ. അതെ. അത് നമ്മുടെ UAE മാത്രമല്ല, GCC ഫുള്ളും അങ്ങനെയാണ്, എനിക്കറിയാം. യെസ്. പിന്നെന്താണ്, ഷിബു പറയുന്നുണ്ട് നമുക്കിവിടെ പട്ടിപ്പണിയാണെന്ന്. അതെവിടെ ഷിബു? ഓക്കെ. പിന്നെന്താണ്, രഘു, ബൈജു, രഞ്ജു, പാപ്പുവിനോട് അന്വേഷണം. പിന്നെ വിദ്യ പറയുന്നുണ്ട് പാപ്പുവിൻ്റെ അടുത്ത്. പാപ്പു ഇപ്പോൾ ഇവിടെ ഉന്തി തള്ളി ഒന്ന് കുളിക്കാൻ വിട്ടിട്ടേ ഉള്ളൂ. ഒരു സൺഡേ കിട്ടുമ്പോഴേ, സൺഡേയും സാറ്റർഡേ അവർക്ക് ഒഴിവല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്ത് പറഞ്ഞാലും കുളിക്കില്ല, ഭക്ഷണം കഴിക്കാൻ സമയത്തിന് വരില്ല, ഭയങ്കര ലേസിയാണ്, ഭയങ്കര മടിയാണ് ദിവസങ്ങൾ. ഇപ്പോൾ ഉന്തി തള്ളി വിട്ടിട്ടേ ഉള്ളൂ കുളിക്കാൻ.
സരിത പറയുന്നുണ്ടായിരുന്നു ഓണം സെലിബ്രേഷൻ ഫോട്ടോസ് നന്നായിട്ടുണ്ട്. ഞാൻ അത്തവണ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ധാവണി ഒന്ന് എടുത്ത് നോക്കിയതാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആകെ ഒരു തവണ ധാവണി എടുത്തിട്ടുള്ളൂ. അത് ചെറുപ്പത്തിൽ ഒരു 14-15 വയസ്സുള്ള സമയത്ത്, നമുക്കറിയാലോ പണ്ടത്തെ കാലത്ത് ആ സമയത്ത് ഒരു ധാവണി എടുക്കലുണ്ട് ഒറ്റ തവണ. അതിനുശേഷം പിന്നെ ഈ ഹാഫ് സാരി ധാവണി എന്ന് പറഞ്ഞ സംഭവം കൊടുത്തിട്ടില്ല. അപ്പോൾ ഒന്ന് പരീക്ഷ നോക്കിയതാണ്. പക്ഷെ നന്നായി, എനിക്ക് ഇഷ്ടപ്പെട്ടു. ബാലാജി ഫ്രം തഞ്ചാവൂർ, ഹായ് ബാല. പിന്നെന്താണ്, സൗദി അറേബ്യയിൽ ഫോട്ടോസ് എല്ലാം നന്നായിരുന്നു നിഷ. താങ്ക് യു. കോട്ടയത്ത് വന്നത് ബിജി, കോട്ടയത്ത് ഞങ്ങൾ DC ബുക്സിൻ്റെ ഒരു സർപ്രൈസായി ഞാൻ വെച്ചിരിക്കുകയാണ്. DC ബുക്സിലാണ് വന്നത്. നമ്മുടെ അടുത്ത ബുക്ക് ഇങ്ങനെ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ അടുത്ത ബുക്ക്. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഞാൻ പേജിൽ തന്നെ പറയാം. ഓക്കെ, ഇപ്പോൾ പറയുന്നില്ല, കുറച്ച് സസ്പെൻസ് ഇരിക്കട്ടെ. ഈ നവംബറിൽ നമ്മുടെ അടുത്ത ബുക്ക് പുറത്തിറങ്ങും. നമ്മുടെ ആദ്യത്തെ ബുക്ക് ഡോക്ടറെ ഞങ്ങളുടെ കുട്ടി ഓക്കെ ആണോ എന്നുള്ള ബുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാവരും ഏറ്റെടുത്തൊരു ബുക്കാണ്. അപ്പോൾ അടുത്ത ബുക്ക് ഞാൻ എന്താണ് അതിൻ്റെ ടോപ്പിക് എന്ന് പറയാം. ന്യൂ ബോൺ കെയർ ആണ്. ആദ്യത്തെ 6 മാസം നമ്മുടെ കുഞ്ഞു വാവകളെ ജനിച്ച മുതൽ ആദ്യത്തെ 6 മാസം എങ്ങനെ നോക്കണം എന്നുള്ളതാണ് അടുത്ത ബുക്ക് കേട്ടോ. അപ്പോൾ ഈ നവംബറിൽ ഷാർജ ബുക്ക് ഫെസ്റ്റിവലിന് അത് റിലീസ് ചെയ്യും. തൃശ്ശൂരിൽ നിന്ന് രാധാകൃഷ്ണൻ ഹായ് പറയുന്നുണ്ട്. ഹായ്. നമ്മളൊക്കെ അയൽക്കാരാണല്ലോ, പാലക്കാടും തൃശ്ശൂരും ഒക്കെ അല്ലേ. പിന്നെന്തൊക്കെയുണ്ട്, മുഹമ്മദ്, നന്ദ, ഗംഗൻ, അനീഷ്, രഞ്ജിത്ത്. നാട്ടിൽ വന്ന് തിരിച്ചുപോയി രാജീവൻ. യെസ്, ഞാൻ 21 ദിവസം ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ സെപ്റ്റംബർ 5-ാം തീയതി ആയിരുന്നില്ലേ ഓണം, 6-ാം തീയതി തിരിച്ചു പോന്നു. 6-ാം തീയതി നൈറ്റ് ഇങ്ങോട്ട് പോന്നു. 7-ാം തീയതി ഏർലി മോർണിംഗ് ഇവിടെ എത്തി. ഇപ്പോൾ ഇവിടെ ഷാർജയിലാ ജോലിയിലൊക്കെ പരിവേശിച്ചു. നമ്മുടെ ഒരു 21 ഡേയ്സിൻ്റെ ലോങ് ലീവ്, ഇടയ്ക്കിടയ്ക്ക് ഒരു ലീവ് എടുക്കുന്നത് നമുക്കൊരു റിഫ്രഷ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. നമുക്കൊരു ബ്രേക്ക് അത്യാവശ്യമല്ലേ. കുറേ ഇങ്ങനെ ഡെയിലി റുട്ടീൻ ഇങ്ങനെ 1-2 മാസമൊക്കെ പോകുമ്പോഴേ നമുക്ക് മടുക്കും. അപ്പം നമുക്കൊന്ന് ചാർജ് ചെയ്ത് വരാൻ, ബൂസ്റ്റ് ചെയ്ത് വരാൻ ഇങ്ങനെയുള്ള ഞാൻ കുഞ്ഞു ബ്രേക്സ് ഇടയ്ക്കിടയ്ക്ക് എടുക്കും. അതാണ്. പിന്നെന്താണ്, ഇപ്പോൾ ഫോട്ടോ എല്ലാം കളർഫുൾ ആണല്ലോ. അതാ മുമ്പ് ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ആണ് ഇട്ടിരുന്നത്. എപ്പോഴും ഫോട്ടോസ് കളർഫുൾ അല്ലേ. പിന്നെന്താണ്, ഹായ് ജിറ്റി ഫ്രം ബെൽജിയം. ഹായ്. ഞാൻ ബെൽജിയത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ 2018. അതെ. ഗൂഡല്ലൂരാണ്. ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു സ്ഥലത്തു നിന്നാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചത്. ഗൂഡല്ലൂരിൽ നിന്ന് മസിനഗുഡി വഴി ഊട്ടി പോകുന്ന വഴിക്ക് ഗൂഡല്ലൂർ വഴിയാണ് വന്നത്. നാടുകാണി ചുരം കഴിഞ്ഞിട്ട് ഗൂഡല്ലൂരിൽ നിന്നാണ് ഞങ്ങൾ ഉച്ചത്തെ ലഞ്ച് കഴിച്ചത്. ഹായ് സാന്ദ്ര, പാലക്കാട് നെന്മാറ, നമ്മുടെ സ്വന്തം നെന്മാറ. യെസ്, ഞാൻ എൻ്റെ സ്വന്തമാണ് നെന്മാറ. അജിത് ഫ്രം മണ്ണാർക്കാട്. ഹായ് അജിത്. മണ്ണാർക്കാട് പിന്നെ ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ നാടാണ്. അതെ, കുറേ ആയി ലൈവ്. ശരിയാണ്, ഞാനും ലൈവ് കുറേ ആയി ഇട്ടിട്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് എന്തായാലും എല്ലാവരുമായിട്ട് ഒന്ന് സംസാരിക്കാം. ടൂറായിരുന്നില്ല നിസാർ, ടൂറല്ല. നമ്മുടെ നാട്ടിലേക്ക് വരുന്നതിന് ടൂർ എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ എൻ്റെ 21 ദിവസം ഒരു ആനുവൽ ലീവ് എടുത്തിട്ട് നാട്ടിലേക്ക് വന്നതാണ്. പിന്നെ ഓണം സമയത്ത് എന്തായാലും നാട്ടിലേക്ക് വരും. അപ്പം അത് എപ്പോഴും ഇവിടുത്തെ കുട്ടികളുടെ വെക്കേഷനും ഓണവും തമ്മിൽ അധികം ഒരുമിച്ചിട്ടാണ് വരിക. UAE അങ്ങനെയാണല്ലോ. നമുക്ക് വെക്കേഷൻ എന്ന് പറയുന്നത് അവർക്ക് ആ ഒരു ജൂലൈ ഓഗസ്റ്റ് സമയത്തല്ലേ. അപ്പോൾ അധികവും നമുക്ക് ഓണം കിട്ടും. അപ്പോൾ അങ്ങനെ ഓണം ക്ലബ് ചെയ്ത് വന്നതാണ്. പിന്നെന്താണ്, യെസ് അനുഷ, ബാവ, ശശി, പ്രദീപ്, യെസ് അജി. കുഞ്ഞുവാവളെ പറ്റിയിട്ട് തന്നെയാണ് അടുത്തത്. ഷെരീഫ്, പെട്ടെന്ന് പ്രസിദ്ധീകരിക്കും, പണികൾ കഴിയണ്ടേ. അയ്യോ, ഒരു ബുക്ക് എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ കാര്യമല്ല. കാരണം ഇത്തവണ 300 പേജ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് അതിൽ തെറ്റുകളൊന്നും വരാൻ പാടില്ല. അപ്പോൾ കാരണം മെഡിക്കൽ കാര്യങ്ങളല്ലേ നമ്മൾ എഴുതുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറേ അത് സ്ക്രൂട്ടിനൈസിങ് കഴിഞ്ഞിട്ട് വേണം. അപ്പം അതിൽ കുറേ ചിത്രങ്ങളുണ്ട്, അത് വരച്ച് കിട്ടണം. പിന്നെ അതിൻ്റെ എഡിറ്റിംഗ് കഴിയണം, അലൈൻമെൻറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഞാൻ DC ബുക്സിൻ്റെ അവിടെ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏകദേശം 90% പണികളും കഴിഞ്ഞു. ഇവിടെ ഇപ്പോൾ ചൂട് വലിയ കുഴപ്പമില്ല, ചൂട് കുറഞ്ഞു വരുന്നു. UAE ആ ഒരു കടുത്ത വേനൽ കഴിഞ്ഞു. ഇപ്പം ഇനി പതുക്കെ തണുപ്പിലേക്ക് പോകുന്നൊരു കാലാവസ്ഥയാണ്. ഇപ്പം സഹിക്കാൻ പറ്റുന്ന ചൂടേ ഉള്ളൂ. പ്രീത ടീച്ചറേയും കൃഷ്ണ അയ്യോ എനിക്ക് മനസ്സിലായി. എവിടെയുള്ള ആളുകളാ പറയൂ. ഷിനോജ്, അയ്യോ നമ്മുടെ മെസ്സേജ് ഒന്ന് നോക്കൂ. ഇങ്ങനെ മെസ്സേജ് വരുമ്പോൾ എനിക്ക് എല്ലാം ഞാൻ കാണുന്നുണ്ട്, പക്ഷെ എനിക്കെല്ലാം വായിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് എല്ലാവരുടെ മെസ്സേജും നോക്കും. എനിക്ക് അങ്ങനെ എന്താ പാർഷ്യാലിറ്റി. നമ്പർ ചോദിച്ചിട്ട് നോക്കൂ. ഞാൻ എൻ്റെ പേഴ്സണൽ നമ്പർ ആർക്കും കൊടുക്കാറില്ല. അങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റുമോ? എനിക്ക് ആകെ ഒരു നമ്പറേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുറേ പേര് നമ്പർ ചോദിച്ചിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ പേഴ്സണൽ നമ്പർ അത് നിങ്ങളാണെങ്കിൽ കൊടുക്കുമോ? നമുക്ക് തമ്മിലുള്ള പരിചയം എന്ന് പറയുന്നത് പേജ് വഴിയല്ലേ. അപ്പോൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ നമ്മുടെ പേഴ്സണൽ നമ്പറൊക്കെ എങ്ങനെയാണ് കൊടുക്കുക? അപ്പോൾ പേഴ്സണൽ നമ്പർ ഒരിക്കലും ഞാൻ കൊടുക്കാറില്ല. പക്ഷേ താഴെ ഇപ്പോൾ നമുക്ക് റെലവൻ്റ് ആയിട്ടുള്ള കമൻറ്റുകൾ എനിക്ക് കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ മെസ്സഞ്ചറിൽ അയക്കുന്ന മെസ്സേജുകൾക്ക് ഞാൻ പറ്റാവുന്ന പോലെ മറുപടി കൊടുക്കാറുണ്ട്. ലൈജു കുറേ നാൾ ഷാർജയിലുണ്ടായിരുന്നു പറയുന്നുണ്ട്. ഹായ്. പിന്നെന്തൊക്കെയാണ്, യെസ് അനുഷ, ഐ എം ഡൂയിങ് ഗുഡ്. സുഖമായിരിക്കണോ? സുകുമാരൻ, ഞാൻ കാസർഗോഡാണ്. യെസ്, ഗുഡ്. കാസർഗോഡ് നല്ല സ്ഥലമല്ലേ.
ഞങ്ങളിപ്പോൾ കാഞ്ഞിരപ്പുഴ വന്നിട്ടുണ്ടായിരുന്നു ഷാലി. അവിടെ ഒരു എന്താണ് ആ കൺവെൻഷൻ സെന്ററിന്റെ പേര്, അവിടെ ഒരു കല്യാണം ഉണ്ടായിരുന്നു. ഞാനും സരിനും കൂടി കഴിഞ്ഞ ഇതിന് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. കാഞ്ഞിരപ്പുഴ ഒരു വലിയ കൺവെൻഷൻ സെന്റർ ഇല്ലേ, എന്തായിരുന്നു എൻ്റെ പേര് മറന്നുപോയി. അവിടെ എൻ്റെ വീട്, എൻ്റെ സ്വദേശം എന്ന് പറയുന്നത് മണ്ണാർക്കാടാണ്. ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ മണ്ണാർക്കാടാണ്. തിരുവില്ലാമല എൻ്റെ ഭർത്താവ് ഡോക്ടർ സരിൻ്റെ ജന്മസ്ഥലമാണ്. പിന്നെ നെന്മാറ ഞാൻ കുറേ കാലം വർക്ക് ചെയ്ത ഒരു സ്ഥലമാണ്. എനിക്ക് വളരെയധികം ഇഷ്ടമുള്ളൊരു സ്ഥലമാണ്. ഓക്കെ, യാ, എങ്ങനെ കാണാൻ പറ്റും? എൻ്റെ ഹോസ്പിറ്റലിൽ വന്നോളൂ. കുറേ പേര് അങ്ങനെ വരാറുണ്ട്. എന്തെങ്കിലും ഇപ്പോൾ മെഡിക്കൽ കാര്യങ്ങളൊക്കെ സംശയങ്ങൾ ചോദിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അങ്ങനത്തെ കൺസേൺസ് പറയാൻ. ഞാൻ എപ്പോഴും പറയും, ഞാൻ വർക്ക് ചെയ്യുന്നത് ഷാർജയിലുള്ള മെഡ്കെയർ ഹോസ്പിറ്റലിലാണ്. കിങ് ഫൈസൽ റോഡിലുള്ള മെഡ്കെയർ എല്ലാവർക്കും അറിയുന്ന ഹോസ്പിറ്റലാണ്. അപ്പോൾ എന്തെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് വന്നു കഴിഞ്ഞാൽ, ഞാൻ പറയാറുണ്ട് അപ്പോയിൻമെൻറ്റ് ഒന്നും എടുക്കണ്ട, അവിടെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പുറത്തെ സ്റ്റാഫിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കയറ്റും. കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. യാത്രകൾ പ്രമോദ് പറയുന്നത്, ഞാൻ എന്തുകൊണ്ടാണ് ഞാൻ പോകുന്ന യാത്രകളൊക്കെ ഒരു വ്ളോഗ് പോലെ ഇടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഊട്ടി പോയപ്പെട്ടത് പലർക്കും പല സ്ഥലങ്ങളും അറിയില്ല. അപ്പം ഞാൻ ഊട്ടി പോയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമായിരുന്നു പൈക്കാര ലേക്ക്. പൈക്കാര ലേക്ക് അടിപൊളിയായിരുന്നു. കാരണം അവിടെ ഞങ്ങൾ ചെയ്ത ബോട്ടിങ്, ജെറ്റ് സ്കി ഒക്കെ അടിപൊളിയായിരുന്നു. അപ്പം ഞാൻ അതിൻ്റെയൊക്കെ വീഡിയോസ് ഇടുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾ എപ്പോഴെങ്കിലും ഇനി ഊട്ടി പോകുമ്പോൾ അത് മിസ് ചെയ്യണ്ട. അപ്പോൾ ഞാൻ പല സ്ഥലങ്ങളും കാണുന്നത് പലരുടെയും വ്ളോഗിലൂടെയാണ്. അപ്പോൾ നമുക്ക് ഈ ജീവിതത്തിൽ എല്ലാ സ്ഥലങ്ങളും പോയി കാണാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കാണുന്ന കാര്യങ്ങൾ നിങ്ങളും കൂടി കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നമ്മുടെ ഹെൽത്ത് ടോക്കിൻ്റെ കൂടെ തന്നെ ഈ ട്രാവൽ വ്ളോഗ്സ് കൂടി ഇടാൻ തുടങ്ങിയത്. മോളെ ഒരുപാട് ഇഷ്ടമാണ് പറയുന്നത് സുധ. ഓ, ഞാൻ പറയാം, പാപ്പുവിൻ്റെ അടുത്ത് പറയാം കേട്ടോ. ഇപ്പോൾ ഷാർജയിലാണ് ഞങ്ങൾ കേട്ടോ. രാഷ്ട്രീയം കലർത്തി പോസ്റ്റ് അല്ല സോജൻ, ഞാൻ എന്താ രാഷ്ട്രീയം കലർത്തി പോസ്റ്റ് ചെയ്യാറുള്ളത്? ഒരു ഉദാഹരണം പറയൂ. രാഷ്ട്രീയ പോസ്റ്റുകൾ ഇഷ്ടമല്ലാന്ന് ഞാൻ എൻ്റെ പേജിൽ എന്ത് രാഷ്ട്രീയമാണ് പറയാറുള്ളത്? സോജൻ അതൊന്ന് പറയൂ. ഞാൻ ഒരു രാഷ്ട്രീയ പോസ്റ്റുകൾ ഇടാറില്ല. കാരണം എൻ്റെ ജോലി രാഷ്ട്രീയമല്ല. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും മെമ്പറോ ഒന്നുമല്ല. പിന്നെ എന്തിനാണ് ഞാൻ രാഷ്ട്രീയ പോസ്റ്റ് ഇടുന്നത്? പക്ഷേ അനാവശ്യമായിട്ട് വന്ന് ചൊറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള എൻ്റെ മറുപടി കിട്ടിയിരിക്കും. അതിപ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടിയാണെന്നൊന്നുമല്ല, അനാവശ്യമായിട്ട് ഒരു റെലവൻസും ഇല്ലാതെ പേജിൽ വന്ന് തോന്നിയ കമൻറ്റ് ഇടുന്നവർക്ക് കൃത്യമായ മറുപടി ഞാൻ തന്നിരിക്കും കേട്ടോ. അതിന് ഞാൻ രാഷ്ട്രീയം നോക്കില്ല, അതാണാണോ പെണ്ണാണോ ഏത് രാഷ്ട്രീയ പാർട്ടിയാണ്, ഇവിടെ അതൊന്നും നോക്കുന്ന പരിപാടിയില്ല. ഇതൊക്കെ എന്നും ഞാൻ എൻ്റെ ആറ്റിറ്റ്യൂഡ് ഒന്ന് തന്നെയാണ്. സ്ഥലകാലബോധമില്ലാതെ മാന്യമായ ഭാഷയിലല്ലാതെ ഒരു കാര്യവുമില്ലാതെ വൃത്തികേട് പറയുന്ന ആളുകൾക്ക് നല്ല മറുപടി, മുഖത്തടിക്കുന്ന മറുപടി എൻ്റെ നിന്ന് കിട്ടും. അത്രയേ ഉള്ളൂ. അവിടെ ഒരു രാഷ്ട്രീയവും ഇല്ല കേട്ടോ. ഞാൻ നിങ്ങളോട് രാഷ്ട്രീയം പറയാൻ വരാറില്ല. അപ്പോൾ തിരിച്ചും ആ ഒരു മാന്യത കാണിക്കുക എന്നുള്ളത് അത് ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ആ സംസ്കാരം വളരെ കുറച്ച് പേരേ ഉള്ളൂ കേട്ടോ, വളരെ കുറച്ച് പേര്. അത് അവർ കാണിക്കാറില്ല. അപ്പോൾ അവർക്കുള്ള മറുപടി നമ്മൾ കൊടുക്കണ്ടേ? ഇരുന്ന് മറുപടി ഒന്നും ഞാൻ കൊടുക്കാറില്ല. പക്ഷേ മറുപടി കൊടുക്കണമെന്ന് തോന്നുന്ന സമയത്ത്, അതിൻ്റെ ഒരു മൂഡ് വരുന്ന സമയത്ത് ഞാൻ കൊടുക്കും. ഷൈനി പറയുന്നുണ്ട് ഹായ് ഹായ് ഹായ്. പിന്നെന്താ? സുകുമാരൻ പറയുന്നത് രാഷ്ട്രീയ പോസ്റ്റ് ഇടാറില്ല. കറക്റ്റ്. ഇപ്പം എൻ്റെ പേജ് ഫോളോ ചെയ്യുന്നവർക്ക് അറിയാലോ ഞാൻ എന്ത് രാഷ്ട്രീയ പോസ്റ്റ് ഇടാറുള്ളത്. എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ശരിയെന്ന് വന്ന് പറയാറുണ്ട്, തെറ്റ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ തെറ്റെന്ന് വന്ന് പറയാറുണ്ട്, അല്ലേ? അതിൽ ഞാൻ ഒരു രാഷ്ട്രീയം നോക്കാറില്ല. ഹായ് ഷൈനി പറയുന്നു ബിഗ് ഹായ് ഫ്രം കുവൈറ്റ്. ഹായ്. റാഷിദ് പറയുന്നുണ്ട് ട്രാൻസ്ജെൻഡർ വിഷയം എടുത്തത് നന്നായില്ല. നോക്കൂ റാഷിദ്, നോക്കൂ, നമ്മുടെ ഇടയിൽ കുറേ തെറ്റിദ്ധാരണയുള്ള, ഞാൻ പറഞ്ഞില്ലേ, ഞാനും അവരോട് വളരെയധികം ഒരു തെറ്റായിട്ടുള്ള സമീപനം പുലർത്തി വന്നിരുന്ന ഒരു സ്ത്രീയാണ്. പക്ഷേ അവരെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയപ്പോൾ, ഞാനൊരു ഡോക്ടർ ആയതുകൊണ്ട് കൂടിയായിരിക്കാം, അതിൻ്റെ മെഡിക്കൽ കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കി കൂടുതൽ അറിഞ്ഞു വന്നപ്പോഴാണ് എനിക്കും അവരോടുള്ള ആറ്റിറ്റ്യൂഡിൽ മാറ്റം വന്നത്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, സമയമെടുക്കുമായിരിക്കും. പക്ഷേ എന്തെങ്കിലും നമുക്ക് അവരോടുള്ള ആറ്റിറ്റ്യൂഡിൽ മാറ്റങ്ങൾ വരണം. നമ്മൾ മുന്നോട്ടല്ലേ നമ്മളൊരു സമൂഹം എന്നുള്ള രീതിയിൽ നടക്കേണ്ടത്. ഈ പലരും പറയുന്നത് ഇവർ ട്രാൻസ്ജെൻഡർമാരെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നോർമലൈസ് ആകപ്പെടും. നോക്കൂ, രണ്ട് വ്യക്തികൾ ട്രാൻസ്ജെൻഡർ ആണ്, അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾ ലെസ്ബിയൻ ആണ്, ഗേ ആണ് എന്നുള്ളത് കൊണ്ട് വേറൊരു വ്യക്തിക്ക് അവരെ കണ്ടതുകൊണ്ട് ഈ വ്യക്തിയും അങ്ങനെ ലെസ്ബിയനും ഗേ ഒന്നും ആവില്ല. ഇത് നമ്മുടെ ഉള്ളിൽ തോന്നുന്ന കാര്യങ്ങളാണ്, നമ്മുടെ തലച്ചോറിൽ തോന്നുന്ന കാര്യങ്ങളാണ്. ഒരാളുടെ തലച്ചോറിൽ അത് തോന്നി എന്നുള്ളത് കൊണ്ട് നമ്മുടെ തലച്ചോറിലും അത് തോന്നുമോ? ഒരിക്കലും ഇല്ല കേട്ടോ. അപ്പൊ അങ്ങനെ ഇത് പകരുന്ന അസുഖമൊന്നുമല്ല. പലരും പറയണു ഇതിനെ നോർമലൈസ് ചെയ്യുന്നു. നോക്കൂ, നോർമലൈസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇപ്പൊ നമ്മൾ അതിനെ എൻകറേജ് ചെയ്ത് നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് കൊണ്ട് ഇത് സമൂഹത്തിൽ ഒരു തെറ്റായ പ്രവണത ഉണ്ടാക്കും. ഇതങ്ങനെ ഒരു പ്രവണതയൊന്നും അല്ലാന്നേ. ഇത് നമുക്ക് ഇതങ്ങനെ പകരുന്ന കാര്യമോ അല്ലെങ്കിൽ ഒരാൾക്ക് തോന്നിയോണ്ട് മറ്റാൾക്ക് തോന്നുന്ന കാര്യമൊന്നും അല്ല. നമ്മുടെ തലച്ചോറിൽ ആരോട് നമുക്ക് ലൈംഗിക താല്പര്യങ്ങൾ തോന്നുന്നു എന്നുള്ളതും നമ്മളെ എന്തായി കാണുന്നു എന്നൊക്കെ ഉള്ളതും നമ്മുടെ ഇതിൻ്റെ ഉള്ളിലുള്ള സാധനമാണ്. അതിനെ ആര് വിചാരിച്ചാലും മാറ്റാൻ പറ്റില്ല. അത്രേ ഉള്ളൂ.
ഓക്കെ, പിന്നെന്തൊക്കെയാണ്? ഒരു മിനിറ്റ്. വത്സലേച്ചി ഉണ്ടോ അവിടെ? വത്സലേച്ചി, അച്ഛാ, അച്ഛാ. അച്ഛനെ ഒരു കാര്യത്തിന് വിളിക്കും, അച്ഛനെ കിട്ടൂല. അച്ഛാ. ഓക്കെ, പിന്നെന്താണ്? അഹങ്കാരം ഇല്ലാതെ മറുപടി. എന്ത് അഹങ്കാരം? എന്തിൻ്റെ പേരിൽ അഹങ്കാരം? വത്സലേച്ചി, ഒന്ന് ആ ഡോറ് ക്ലോസ് ചെയ്യും. അച്ഛൻ്റെ ഡോർ ഒന്ന് ക്ലോസ് ചെയ്യും, ഇവിടെ കേൾക്കുന്നുണ്ട്. പിന്നെന്താണ്? മാത്രമല്ല ഡോക്ടർ ചേച്ചിയുടെ സംസാരവും സൂപ്പറാണ്. അല്ല, ഞാൻ അഹങ്കാരത്തിൻ്റെ കാര്യം എന്ത് വെച്ചിട്ട് അഹങ്കരിക്കാനാണ്? എന്തിനാണ് ഈ അഹങ്കാരം? എന്തിൻ്റെ പേരിൽ അഹങ്കാരം? എനിക്കങ്ങനത്തെ അഹങ്കാരമൊന്നുമില്ല. കാരണം എന്താ അതിനെപ്പറ്റി കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അപ്പോൾ എന്താ പറയുക, വിനയപ്രസാദാവുകയെന്ന് അല്ലെങ്കിൽ നന്മമരാവാന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല. ബേസിക്കലി എനിക്ക് എന്തെങ്കിലും അഹങ്കരിക്കാനുണ്ടെന്ന് എനിക്ക് തോന്നാറില്ല. ഓക്കെ, അല്ലെങ്കിൽ ഞാനിവിടെ എന്തെങ്കിലും ചെയ്ത് മറിച്ചു എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, എന്നെ സംബന്ധിച്ചിട്ട് ജീവിതം വളരെ സിമ്പിളാണ്. നമുക്ക് നമ്മുടെ നല്ലത് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക, നമ്മുടെ വീക്ക്നെസ് എന്താണെന്ന് മനസ്സിലാക്കുക, നമ്മുടെ സ്ട്രെങ്ത് എന്താണെന്ന് മനസ്സിലാക്കുക, നമ്മുടെ വീക്ക്നെസ് എന്താ മനസ്സിലാക്കുക. നമ്മുടെ സ്ട്രെങ്ത് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സ്ട്രെങ്ത്തിനെ യൂട്ടിലൈസ് ചെയ്തിട്ട് നമുക്ക് ചുറ്റുമുള്ളവർക്കും എന്തെങ്കിലും നന്മ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. നമ്മുടെ വീക്ക്നെസ് മനസ്സിലാക്കിയിട്ട് അതിനെ ബെറ്റർ ആക്കാൻ ശ്രമിക്കുക. ദാറ്റ്സ് ഇറ്റ്. പിന്നെന്താണ്? അച്ഛനും അമ്മയ്ക്കും, അച്ഛനേ ഉള്ളൂ, അമ്മയില്ല. അമ്മ മരിച്ചു. അമ്മ 2021 ഞങ്ങളെ വിട്ടു പോയി. അപ്പോൾ അച്ഛനുണ്ട് കൂടെ. അച്ഛൻ സുഖമായിരിക്കണം, കുഴപ്പമൊന്നുമില്ല. അച്ഛൻ ഇവിടെ തന്നെയാണ്. ഇങ്ങനത്തെ ആളുകളെയാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ റോബിൻ ജോസഫ് എന്ന് പറയുന്ന ഒരു മാന്യദേഹം വന്നിട്ട് പിരായിരി എണ്ണിക്കഴിഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട്. റോബിനെ, ഇതാണ് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ സ്ഥലകാല ബോധമില്ലാതെ തോന്നിവാസം പറയുന്ന ചില മന്ദബുദ്ധികൾ എന്ന് പറഞ്ഞില്ലേ, റോബിൻ ജോസഫിനെ പോലെയുള്ള ആളുകളെ നമുക്കതിൽ ഉൾപ്പെടുത്താം. ഓക്കെ, പിരായിരി എണ്ണിക്കഴിഞ്ഞോ എന്നുള്ളത് നമ്മുടെ പാലക്കാട് MLA പോയി ചോദിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് കേട്ടോ. റോബിന് MLA എവിടെയെങ്കിലും കാണുകയാണെങ്കിലേ, എവിടെയെങ്കിലും പുറത്ത് കണ്ടു കിട്ടുകയാണെങ്കിൽ റോബിനൊന്ന് പോയി ചോദിക്കണേ. ഓക്കെ. രാജു ലഹന്നാൻ, ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടി നീ പലതും കാണിക്കും. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ, നമ്മുടെ അഭിപ്രായങ്ങൾ, നമ്മളിങ്ങനെ പോയി എഴുതുന്ന കമൻറ്റുകളൊക്കെ എന്താ അറിയോ, അത് നമ്മുടെ റിഫ്ലക്ഷനാണ്. ഇപ്പോൾ രാജു ലഹന്നാൻ എന്ന് പറയുന്ന ഒരാൾ ഇവിടെ വന്ന് പറഞ്ഞിട്ടുണ്ട്, കാശ് ഉണ്ടാക്കാൻ വേണ്ടി നീ പലതും പറയും, നീ പലതും കാണിക്കും. അദ്ദേഹം അങ്ങനെ ചെയ്യുന്ന ഒരാളായിരിക്കും. അപ്പം എന്താണെന്ന് അറിയോ, നമ്മൾ ഈ മഞ്ഞക്കണ്ണട വെച്ച് നോക്കിയാൽ നമുക്ക് എല്ലാം മഞ്ഞയായിട്ട് തോന്നുന്നു പറയില്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു അത് തന്നെയാണ് ബാക്കിയുള്ളവരൊക്കെ ചെയ്യുന്നത്. അത് നമുക്ക് അങ്ങനെ തോന്നും. നമുക്ക് ഒരു മനുഷ്യ സ്വഭാവമാണത്. അപ്പം രാജു ലഹന്നാൻ അദ്ദേഹം ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടി പലതും ചെയ്യുന്ന ആളായിരിക്കും. അതായത് പല വൃത്തികെട്ട പരിപാടികളും ചെയ്യുന്ന ഒരാളായിരിക്കും. അപ്പോൾ ബാക്കിയുള്ളവർ അത് ചെയ്യും എന്നുള്ളത് അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും തോന്നൂലോ. കുറ്റം പറയില്ല കേട്ടോ. സാരില്ല രാജു ലഹന്നാൻ, സാരില്ല. താങ്കൾ ചെയ്യുന്ന കാര്യങ്ങളുമായിട്ട് താങ്കൾ മുന്നോട്ട് പോവുക, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളുമായിട്ട് ഞാനും മുന്നോട്ട് പോവാം. ഓക്കെ. നീ റീപ്ലേസ്മെന്റിനെ പറ്റിയിട്ട് ഞാൻ ചെയ്യാം കേട്ടോ, ഞാൻ ചെയ്യാം വൈകാതെ തന്നെ. നമുക്ക് ഇന്ന് ഞാൻ മെഡിക്കൽ വിഷയങ്ങൾ എടുക്കേണ്ട വിചാരിച്ചിട്ടാണ്. നമുക്ക് നീ റീപ്ലേസ്മെന്റിനെ പറ്റിയിട്ട് ചെയ്യാം കേട്ടോ. ശ്രീറാമാണ് ചോദിച്ചത്, നമുക്ക് ഡെഫിനറ്റ്ലി ചെയ്യാം കേട്ടോ. പിന്നെന്താണ്? സ്മിത, ഡോക്ടറെ വലിയ ഇഷ്ടമാണ് പറയണ്ട. പിന്നെന്താ? താങ്ക് യു സ്മിത. അങ്ങനെയുള്ള ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ ഇഷ്ടമുള്ള, നമ്മൾ പറയുന്നത് കേൾക്കാൻ കാത്തിരിക്കുന്ന, നമ്മളെ ഒരിക്കലും നെഗറ്റീവായിട്ട് ജഡ്ജ് ചെയ്യാത്ത ലക്ഷക്കണക്കിന് ആളുകൾ നമ്മുടെ പേജിലുണ്ട്. ഇപ്പം നമ്മുടെ പേജ്, ആ ഒരു സന്തോഷം ഞാൻ പറഞ്ഞില്ലല്ലോ, നമ്മുടെ പേജ് 8 lakhs ഫോളോവേഴ്സ് ക്രോസ് ചെയ്തു കേട്ടോ. 8 ലക്ഷം ക്രോസ് ചെയ്തു. സോ അത് ചില്ലറ കാര്യമൊന്നുമല്ല, 8 ലക്ഷം. അപ്പം ഈ 8 ലക്ഷത്തിൽ ചിലപ്പോൾ ഒരു 8000 പേര് അല്ലെങ്കിൽ ചിലപ്പോൾ 800 പേര് മാത്രമാണ് ഇങ്ങനെയുള്ള നെഗറ്റീവ് ചിന്താഗതിയുള്ള, മനസ്സിൽ വിഷം വെച്ചിരിക്കുന്ന ആളുകൾ. 800 പേര്, അതായത് ഒരു 0.1% പോലും ആളുകൾ ഇല്ല. ബാക്കിയുള്ള 99.99% ആളുകളും നല്ല ഉദ്ദേശത്തോടു കൂടി ഇരിക്കുന്നതാണ്. എനിക്ക് അവരെ കാണേണ്ട ആവശ്യമല്ലേ ഉള്ളൂ, അവർ പറയുന്നത് കേൾക്കേണ്ട ആവശ്യമല്ലേ ഉള്ളൂ. ഞാൻ സംസാരിക്കുന്നതും ഞാൻ എൻ്റെ വീഡിയോസ് ചെയ്യുന്നതും അവർക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ്. എന്നെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. ബാക്കി ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പറയാറില്ലേ ഹാർപ്പിക്കിൻ്റെ പരസ്യത്തിൽ പറഞ്ഞ പോലെ ആ 0.01% അണു അതെല്ലായിടത്തും ഉണ്ട്. ആ ഹാർപ്പിക്കൊണ്ട് കളയാൻ പറ്റാത്ത ടോയ്ലറ്റിൻ്റെ ആ 0.01% അണുക്കൾ എല്ലായിടത്തും ഉണ്ട്. അത് നമ്മുടെ പേജിലുണ്ട്. ആ അണുക്കൾ അങ്ങനെ പലതും വന്ന് പറയും അല്ലേ, അവർ പറയട്ടെ, പോട്ടെ. പിന്നെന്താണ്? ബിഗ് ബോസ് കാണാറുണ്ടോ? ഇല്ലടോ, ബിഗ് ബോസ് ഒന്നും കാണാറില്ല. എനിക്കതിനോട് വലിയ താല്പര്യമില്ല. ഒന്നാമത് അതിനൊന്നും സമയം കിട്ടാറില്ല. വല്യച്ഛന് സുഖം തന്നെയല്ലേ? വല്യച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെ വല്യച്ഛനെ ഉദ്ദേശിച്ചത്? എനിക്കൊരു വല്യച്ഛനുണ്ട്. വല്യച്ഛൻ ഇവിടെ എന്താ പറയുക, നമ്മുടെ ചെനക്കത്തൂരാണ് വല്യച്ഛൻ്റെ മോൻ്റെ വീട്ടിലാണ് താമസം. സുഖമായിരിക്കണോ? കുഴപ്പമൊന്നുമില്ല. യാത്രകൾ ആസ്വദിച്ചോ എന്ന് പറയുന്നത്, പിന്നെ യാത്രകൾ ഞാൻ ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ ആസ്വദിക്കുന്ന കാര്യമാണ് യാത്രകൾ.
രാഷ്ട്രീയം പറഞ്ഞ് ക്രെഡിബിലിറ്റി കളയണമെന്നോ? രാഷ്ട്രീയം പറഞ്ഞ ക്രെഡിബിലിറ്റി പോവോ ജോജു? അതെങ്ങനെയാണ്? ജോജു ചിറ്റിലപ്പള്ളി പറയുന്നുണ്ട് രാഷ്ട്രീയം പറഞ്ഞിട്ട് ക്രെഡിബിലിറ്റി. നോക്കൂ, ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന വളരെ കാലത്ത് നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട്, നമ്മുടെ സംസാരം കൊണ്ട്, നമ്മുടെ പെരുമാറ്റം കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ക്രെഡിബിലിറ്റി. അതൊരിക്കലും നമുക്ക് ഫേക്കായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. നമുക്ക് നന്മമരം കളിച്ചിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക, അങ്ങനെ ഈ നമ്മളല്ലാത്തതാണെന്ന് നമ്മൾ വരുത്തി തീർത്തിട്ടൊന്നും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നല്ല ക്രെഡിബിലിറ്റി അല്ലെങ്കിൽ ഇമേജ്. എനിക്കിന്ന് കൃത്യമായൊരു ക്രെഡിബിലിറ്റിയും കൃത്യമായൊരു ഇമേജും പൊതുസമൂഹത്തിന് മുമ്പിലുണ്ട്. അത് ഞാൻ എൻ്റെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകൾ പറഞ്ഞു തന്നെ ഉണ്ടാക്കിയതാണ്. ഞാൻ എന്താണ് എന്ന് കൃത്യമായി പറഞ്ഞുണ്ടാക്കിയത് ക്രെഡിബിലിറ്റിയാണത്, അല്ലാതെ ഒന്നും ഫേക്ക് ചെയ്തിട്ടുണ്ടാക്കിയതല്ല. അത് നാളെ അതല്ലെങ്കിൽ ഇത് എൻ്റെ ഇമേജിനെ ബാധിക്കുമോ, അല്ലെങ്കിൽ എനിക്ക് ആളുകൾ എന്നെ ഇഷ്ടപ്പെടുമോ, അങ്ങനെ ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല. എന്നെ ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെട്ടാൽ മതി. ഞാൻ ആരെയും കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടിപ്പിക്കാറില്ല കേട്ടോ. എനിക്ക് അങ്ങനെ ഒരു നിർബന്ധ ബുദ്ധിയേ ഇല്ല. നിങ്ങൾ എന്നെ ഇഷ്ടപ്പെട്ടേ പറ്റൂ. നമ്മളെ ഇഷ്ടപ്പെടുന്നവരുണ്ടായിരിക്കാം, വെറുക്കുന്നവരുണ്ടായിരിക്കാം, അതൊക്കെ അവരുടെ ഇഷ്ടമാണ് അല്ലേ, അത്രയേ ഉള്ളൂ. പക്ഷേ ഒരാളെയും ഇഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ ഫേക്ക് ആവാറില്ല. എനിക്ക് ഞാൻ ഉള്ളിലൊന്ന് വെച്ച് വേറൊന്നും സംസാരിക്കാറില്ല. എൻ്റെ ഉള്ളിലുള്ളത് പുറത്തേക്ക് വരും. അത് എന്താണെങ്കിലും അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന് നിർബന്ധമില്ലല്ലോ. യെസ്, പിന്നെന്താണ്? അയ്യോ, അച്ഛൻ ഇവിടെ വർക്ക് ഇല്ല, അച്ഛൻ വർക്കൊന്നും ചെയ്യുന്നില്ല. അച്ഛൻ 67 വയസ്സായി. അച്ഛൻ്റെ 56-ാമത്തെ വയസ്സിൽ, എൻ്റെ അച്ഛൻ ഒരു പോലീസുകാരനായിരുന്നു. എൻ്റെ അച്ഛൻ്റെ 56-ാമത്തെ വയസ്സിൽ കഷ്ടപ്പെട്ട്, ഒരു പോലീസുകാരൻ്റെ ജോലി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ, കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങളെ വളർത്തിയത്. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ 56 വയസ്സ്, എൻ്റെ അച്ഛൻ 21-ാമത്തെ വയസ്സിൽ സർവീസിൽ കയറിയ ആളാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര വർഷം ഞങ്ങളെ നന്നായി പഠിപ്പിച്ചു, ഞങ്ങളെ നന്നായി നോക്കി. അപ്പോൾ എൻ്റെ അച്ഛന് 56-ന് ശേഷം റെസ്റ്റ് എടുക്കാനുള്ള, അല്ലെങ്കിൽ ജീവിതം ആസ്വദിച്ച് മുന്നോട്ട് പോകാനുള്ള സമയമാണ്. അപ്പോൾ ഇനി അച്ഛന് വർക്ക് ചെയ്യണമെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ വർക്ക് ചെയ്യാം കേട്ടോ. പക്ഷേ അച്ഛൻ ഇവിടെ ഹാപ്പിയാണ്, നല്ല സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ അച്ഛന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. എൻ്റെ ഇതിൽ ഇനി അച്ഛൻ സമാധാനമായി അച്ഛൻ്റെ റിട്ടയർമെൻറ്റ് ലൈഫ് ആസ്വദിക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ ഒരു ഇഷ്ടം. ഓക്കെ, പിന്നെന്താണ്? ഞാൻ വാട്സപ്പ്, അതാ ഞാൻ പറഞ്ഞത്, അബ്ദുൾ ഫത്ത, ഞാൻ അതാ പറയുന്നത്. നമ്പർ ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചിരുന്നു. ഞാൻ പേഴ്സണൽ നമ്പർ ഞാൻ ഷെയർ ചെയ്യാറില്ല. അത് ഒരു തീരുമാനമാണ് കേട്ടോ. സരിൻ നാട്ടിലാണ് ഷാജി. സരിൻ ഇവിടെ അല്ലല്ലോ, സരിൻ നാട്ടിലാണ്. സരിൻ പാലക്കാടുണ്ട്. യെസ്, ജലീൽ, ഹായ് ജലീൽ. കുടുകുടു ചിഷയോ, നല്ല പേരാണല്ലോ. ചേച്ചി സുഖമാണോ ചോദിച്ചിട്ടുണ്ട്. പിന്നെന്താ, സുഖം, സന്തോഷമായിട്ടിരിക്കുന്നു. നോക്കൂ, നമ്മുടെ മനസ്സിലെ ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ടുള്ള ഫിലോസഫി പറയാമെന്ന് വിചാരിക്കരുത് കേട്ടോ. എനിക്ക് 41 വയസ്സുണ്ട്. ഈ 41 വയസ്സിൽ ഞാൻ മനസ്സിലാക്കിയെടുത്ത പല കാര്യങ്ങളാണ്. പല തെറ്റിലൂടെ, അല്ലെങ്കിൽ നമുക്ക് പല വീഴ്ചകളിലൂടെ. നമ്മൾ വീഴുന്നത് പ്രശ്നമല്ല, തെറ്റ് ചെയ്യുന്നത് പ്രശ്നമല്ല, പക്ഷെ നമ്മൾ ആ തെറ്റുകളിൽ നിന്ന് പഠിക്കണം. ഞാൻ എൻ്റെ തെറ്റുകളിൽ നിന്നും എൻ്റെ വീഴ്ചകളിൽ നിന്നും പഠിച്ച പല കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറയാറുള്ളത്. അപ്പോൾ നമുക്ക് സന്തോഷമായിട്ടിരിക്കാൻ, സമാധാനമായിട്ടിരിക്കാൻ, മനസ്സ് തുറന്ന് ചിരിക്കണം എന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യം, നമ്മുടെ മനസാക്ഷിക്ക് നിരക്കാത്തതൊന്നും ചെയ്യാതിരിക്കുക. നമ്മുടെ മനസാക്ഷിക്ക് നിരക്കാത്ത നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ, നമ്മുടെ മനസാക്ഷിയോട് നമുക്ക് ഉത്തരം പറയാൻ പറ്റാതിരുന്നാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ ഉറങ്ങാൻ പറ്റാറില്ല. ലൈക്ക് ഞാൻ തെറ്റ് ചെയ്തോ എന്ന് എൻ്റെ മനസാക്ഷിയോട് ചോദിക്കുമ്പോൾ എൻ്റെ മനസാക്ഷി എന്നോട് പറയുകയാണ് നീ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഭയങ്കര ബുദ്ധിമുട്ടാണ്, എനിക്ക് ഉറങ്ങാൻ പറ്റാറില്ല. അപ്പം അത് മാത്രമാണ് എൻ്റെ ഒരു ക്രൈറ്റീരിയ. സ്വന്തം മനസാക്ഷിക്ക് നിരക്കാത്തതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. അപ്പോൾ പിന്നെ എന്താ, സമാധാനമായിട്ട് ഉറങ്ങാലോ, ചിരിക്കാലോ അല്ലേ. സരിൻ സാറിനോട് അന്വേഷണം. പിന്നെന്താ ദീപു പറയാം കേട്ടോ. പിന്നെന്താ, സിംഗപ്പൂരാണ് സന്തോഷം, ആദ്യമായിട്ടാണ് ലൈവ് കാണുന്നത്. സിംഗപ്പൂർ 10:25 PM ആയി അല്ലേ. ഇവിടെ ഇപ്പോൾ 6:25 PM ആയി. അപ്പോൾ എക്സാക്ട്ലി സിംഗപ്പൂർ ദുബായിൽ നിന്ന് 4 മണിക്കൂർ മുമ്പിലാണ് അല്ലേ. ഹായ് സന്തോഷ്. 41 ഉള്ളൂ. അയ്യോ മനു, ശരിയാ 41 ഉള്ളൂ. എന്താ ചെയ്യുക, കുറച്ചും കൂടി കൂടുതൽ തോന്നുന്നുണ്ട് അല്ലേ. എന്താ ചെയ്യുക, 41 ഉള്ളൂ. പിന്നെന്താണ്, അഡ്വക്കേറ്റ് റഹീം ഹായ്. മോഹനൻ കൊച്ചു പറക്കോട്ടുകാവ് പരിസരത്ത് വെച്ച് കണ്ടിരുന്നു. ഞങ്ങൾ തിരുവല്ലാമല വരുമ്പോൾ എന്തായാലും പറക്കോട്ടുകാവിലും കൊച്ചു പറക്കോട്ടുകാവിലും പോവും. പിന്നെന്താണ്, അജേഷ് പറയുന്നുണ്ട്. ഓക്കെ, ആശുപത്രിയുടെ അടുത്ത് തന്നെയാണ് താമസം. പിന്നെന്താ, അപ്പോൾ ആശുപത്രിക്ക് വരൂ, എപ്പോഴെങ്കിലും ഒന്ന് കയറി നമുക്കൊന്ന് മിണ്ടി പറഞ്ഞിട്ടൊക്കെ ഇരിക്കാം, ഒരു ഹായ് പറഞ്ഞിട്ട് പോവാം. പിന്നെന്താണ്, ഷിബിജ ഓക്കെ ഹായ്. പിന്നെന്താ ഹായ്. ഓക്കെ, നെന്മാറ. അയ്യോ, ഇത്തവണ ഞങ്ങൾക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ് സാന്ദ്ര. ഞാൻ നെന്മാറ വരണം, അവൈറ്റിസിൽ വരണം എന്നൊക്കെ തീരുമാനിച്ചതായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞു 21 ദിവസം പറക്കലായിരുന്നു. അതുകൊണ്ട് എനിക്ക് സമയം കിട്ടിയില്ല. എനിക്ക് വലിയ സങ്കടമുണ്ട്. പിന്നെ എന്തൊക്കെയാണ്, വേറെ എന്തൊക്കെയാണ്?
സജീഷ് റിയാസ് ഐ ലൈക്ക് യുവർ ലൈക്സ് ആസ് ഇറ്റ് ഇസ് ക്രിസ്റ്റൽ ലൈക്ക്. യാ, ചെന്നൈയിൽ നിന്ന് സജീവൻ പറയുന്നുണ്ട്, ചെന്നൈയിൽ നിന്നാണ് കാണുന്നത്. ഓക്കെ, സേവനം കേരളത്തിലേക്ക് ആക്കണം. സുഭാഷ്, ഞാൻ വരും, ഞാൻ എന്തായാലും കേരളത്തിലേക്ക് തിരിച്ചു വരും. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ എവിടെയാണെങ്കിലും നമ്മൾ വയ്യാത്ത, ഇപ്പം ഞാനൊരു കുട്ടികളുടെ ഡോക്ടർ ആയതുകൊണ്ട് എവിടെ ഇരുന്നാലും നമ്മൾ വയ്യാത്ത വാവന്മാരല്ലേ നോക്കുന്നത്. അപ്പോൾ ഈ വയ്യാത്ത വാവന്മാർക്ക് നമ്മൾ എവിടെ ഇരുന്നാലും സേവനം തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ കേരളത്തിലേക്ക് തിരിച്ചു വരും, ഡെഫിനറ്റ്ലി വരും. ഇവിടെ ഞാൻ പെർമനൻ്റ് ആയിട്ട് വന്നതൊന്നുമല്ല, മാക്സിമം ഒരു 5 to 6 years നിൽക്കണം, തിരിച്ചു വരണം, അത് തന്നെയായിരുന്നു. പക്ഷേ ഒരു കരിയറിൽ നമ്മൾ പലതും എക്സ്പീരിയൻസ് ചെയ്യണ്ടേ. ഇപ്പം ആസ് എ ഡോക്ടർ കേരളത്തിൽ മാത്രം വർക്ക് ചെയ്യുക, ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ ഞാൻ ആലോചിച്ചത് എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് കൂടി ഒന്ന് അറിയാം. അതൊരു എക്സ്പീരിയൻസ് അല്ലേ. നമ്മളിവിടെ വർക്ക് ചെയ്തു, ഷാർജയിൽ ഇത്ര കാലം വർക്ക് ചെയ്തു, ദുബായിൽ ഇത്ര കാലം വർക്ക് ചെയ്തു. അപ്പം നമുക്കതൊക്കെ തരുന്ന ഒരു കോൺഫിഡൻസും ഒരു എക്സ്പീരിയൻസും ഉണ്ട്. അപ്പം അതൊന്ന് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഹായ് ബിജു, വിനു നെന്മാറ ഷാപ്പിലുണ്ട്. എന്താ വിനു, ഷാപ്പിലൊക്കെയാണോ ഇരിക്കുന്നത്? വേഗം വീട്ടിൽ പോകാൻ നോക്കൂ. പിന്നെന്താണ്, സരിത രഞ്ജിത്ത് ഹായ്. സ്മിത, ഓരോ വിഷയത്തിലുള്ള നിലപാട് ഇഷ്ടമാണ്. ഓ താങ്ക് യു. പിന്നെന്താണ്, സുരേഷ് നസീർ, രാഷ്ട്രീയം വേറെ സൗഹൃദം വേറെ. പിന്നല്ലാതെ സൗഹൃദം എന്ന് പറയുന്നത് വ്യക്തികൾ തമ്മിൽ ഉണ്ടാക്കുന്നതാണ്. അതിൽ ഇവിടെ രാഷ്ട്രീയം വരുന്നത്. എനിക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും അല്ലെങ്കിൽ രാഷ്ട്രീയ ചേരികളിലുള്ള ആളുകൾ എനിക്ക് സുഹൃത്തുക്കളായിട്ടുണ്ട്. നമ്മൾ സുഹൃത്ത് ബന്ധങ്ങളെ, നമ്മൾ ഒരു വ്യക്തിയെ സുഹൃത്താക്കുന്ന സമയത്ത് അയാൾ ജാതി ഏതാണ്, അയാൾ ആണാണോ പെണ്ണാണോ, ഇയാൾ ഏത് രാഷ്ട്രീയക്കാരനാണോ, ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടാണോ സുഹൃത്താക്കുക? ഒരിക്കലുമല്ല. നല്ല വ്യക്തിയാണോ നോക്കും, അതിനപ്പുറം നമുക്ക് എന്താ വേണ്ടേ? അപ്പോൾ അതൊക്കെ വ്യക്തിപരമാണ്. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, ഈ രാഷ്ട്രീയ പാർട്ടികളുടെ പേരിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ വൃത്തികെട്ട മലീമസമായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് ഭയങ്കര സങ്കടവും നിരാശയും തോന്നുന്നുണ്ട്. നമ്മുടെ ആ ഒരു സോഷ്യൽ മീഡിയ ഒരു സംസ്കാരം വളരെയധികം മോശമായ ഒരു അവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. രാഷ്ട്രീയത്തിൻ്റെയും പലതിൻ്റെയും പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്ന ചെയ്തികൾ കാണുമ്പോൾ സത്യത്തിൽ നിരാശ തോന്നാറുണ്ട്. ഡോക്ടർ ഷൈൻ ടീച്ചർക്ക് ഇടയുള്ള സൈബർ വിഷയത്തിൽ നന്ദു, ഞാനത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നന്ദു ഒരു കാര്യം ചെയ്യും, ഇന്നലെ ഞാൻ അപ്ലോഡ് ചെയ്ത എൻ്റെ വീഡിയോ കാണൂ കേട്ടോ. പിന്നെന്താണ്, മോൾ എവിടെയാ? മോൾ ഇവിടെ തന്നെ ഉണ്ട്. മോൾ അവിടെ ഇത് കുറച്ച് ഹോംവർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് അവൾ അത് ആ കാര്യങ്ങളൊക്കെ ആയിട്ട് മേലൊക്കെ കഴുകാൻ വേണ്ടി പോയിരിക്കുകയാണ്. ഇവിടെ തന്നെയുണ്ട്. ഓക്കെ, ബഷീർ പറയുന്നുണ്ട് വീഡിയോസ് കാണാറുണ്ട്, ടിപ്സ് ഫോളോ ചെയ്യാറുണ്ട്. ഓ താങ്ക്സ്. പിന്നെന്താ, വയനാട്ടിൽ അടുത്ത തവണ വരുമ്പോൾ. പിന്നെന്താ, വയനാട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരുന്ന സ്ഥലമാണ്, വരാം എന്തായാലും നെക്സ്റ്റ് ടൈം. ഓക്കെ, യെസ്. പിന്നെന്താണ്, പാപ്പു ഏത് ക്ലാസ്സിലാണ്? പാപ്പു ഇപ്പോൾ 8ാം ക്ലാസ്സിൽ. അതായത് അവൾ UK കരിക്കുലമാണ്, നമ്മുടെ CBSE അല്ല, UK കരിക്കുലത്തിലാണ്. അപ്പോൾ അവർക്ക് ഇയർ വെച്ചിട്ടാണ് പറയുക, ഇയർ 9 എന്ന് പറയും. പക്ഷെ നമ്മുടെ 8ാമത്തെ ഗ്രേഡ് 8th ക്ലാസ് എന്നും ഇതുപോലെ മുന്നോട്ട്. പിന്നല്ലാതെ നമുക്കെന്ത് മാറ്റം? നമ്മളൊരു വ്യക്തി എന്നുള്ള രീതിയിൽ നമുക്കെന്ത് മാറ്റാൻ വരാൻ പോകുന്നത്? ഒന്നുമില്ല. ഇതിനേക്കാൾ നന്നാവണം, ഓരോ ദിവസവും കുറച്ചുകൂടി നല്ല വ്യക്തിയാവണം എന്നുള്ളത് മാത്രമാണ് ഞാൻ ശ്രമിക്കാറുള്ളൊരു കാര്യം. ഓരോ ദിവസവും നമ്മളെ തന്നെ ബെറ്റർ ആക്കാൻ നോക്കുക. ഇവിടെ ആരോ എന്താ പറയുന്നത്, ഷിബു അല്ല എന്താ എന്നും ഹാപ്പി, നിങ്ങളുടെ നിലപാടാണ് നിങ്ങളുടെ ഐഡൻറ്റിറ്റി. യെസ് അതെ, താങ്ക് യു. പ്ലീസ് കം ടു ഹൈദരാബാദ്. ഓക്കെ, പിന്നെന്താണ്, സിജോ പറയുന്ന വീഡിയോസ്. പിന്നെന്താ, ട്രിവാൻഡ്രം, ഞാൻ ട്രിവാൻഡ്രം വന്നിരുന്നു. എൻ്റെ കസിൻ ബ്രദറിൻ്റെ കല്യാണ നിശ്ചയമാണ്. ഇനിയും ട്രിവാൻഡ്രം വരുന്നുണ്ട്. ഫെബ്രുവരി അവൻ്റെ കല്യാണമാണ്. അപ്പോൾ പെണ്ണിൻ്റെ വീട് പാറശാലയാണ്. അപ്പോൾ ഞങ്ങൾ ഇത്തവണ ട്രിവാൻഡ്രത്ത് വെച്ചിട്ടായിരുന്നു എൻഗേജ്മെൻറ്റ്. അപ്പോൾ ഇനി കല്യാണവും ട്രിവാൻഡ്രത്ത് പാറശാല വെച്ചിട്ടാണ്. അപ്പോൾ ഫെബ്രുവരിയിൽ ഞാൻ ട്രിവാൻഡ്രം വരുന്നുണ്ട്. പിന്നെ ഓക്കെ, പിന്നെന്താണ്, പോസിറ്റീവ് വൈബാണ് ഓൾവേസ്. നമ്മൾ ചെറിയൊരു ജീവിതം, വളരെ കുറച്ച് കാലം അല്ലേ, ഇതിലിനി നെഗറ്റീവ് അടിച്ച് കളയാൻ എവിടെയാ സമയം? നമ്മൾ നെഗറ്റീവ് അടിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോയി, നമ്മുടെ സമയം പോയി, നമ്മുടെ ലൈഫ് പോയി, നമ്മുടെ ഒരു ദിവസം പോയി അല്ലേ. അപ്പം മാക്സിമം നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാനും നമ്മളെ കൊണ്ട് പറ്റിക്കോണമെന്നില്ല. പക്ഷേ മാക്സിമം നമ്മൾ പോസിറ്റീവായിട്ട് ഇരിക്കാൻ ശ്രമിക്കണം. ഞാൻ അതിന് ശ്രമിക്കാറുണ്ട്. മാക്സിമം നെഗറ്റീവ് വൈബുകളെ മാറ്റി പോസിറ്റിവിറ്റി കൂട്ടാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. പിന്നെന്താണ്, മായന്നൂർ. പിന്നെന്താ ബിജുഷേ, നമ്മൾ തിരുവല്ലാമലയാകുമ്പോൾ മായന്നൂർ എത്ര അടുത്താ? മായന്നൂരൊക്കെ എത്രയോ തവണ വന്നിട്ടുണ്ട്. മോൾക്ക് പ്രായത്തിൽ കവിഞ്ഞ അതുണ്ട് കേട്ടോ മോനേട്ടാ, മോഹനൻ രാജഹംസം. അവൾ കുറച്ച് എന്നെ പോലെയല്ല, കുറച്ച് പക്വതയുള്ള ആളാണ്. പാപ്പു, ഇവിടെ ഒരു മോഹനൻ അങ്കിൾ പറയുന്നുണ്ട്, യു ആർ മോർ മെച്ചുവർ ദാൻ യുവർ ഏജ്. പാപ്പുവിന് ഭയങ്കര മെച്യൂരിറ്റി ആണെന്ന് പറയുന്നുണ്ട്. ആണോ? പാപ്പുന്ന് ഇവിടെ വന്നൊന്ന് പറഞ്ഞോ? കുറേ പേര് പാപ്പുനെ പറ്റി ചോദിച്ചു. ദാറ്റ്സ് ഓക്കെ, ദാറ്റ്സ് ഓക്കെ. തലമുടി കെട്ടി വെച്ചാലേ അതും കുഴപ്പമില്ലടോ. കുഴപ്പമുണ്ടത്രേ. എന്നാൽ അത് റെഡി ആക്കിയിട്ട് വാ. ഇപ്പോൾ കുറേ ആളുകൾ ചോദിച്ചു പാപ്പുനെ. അവളെ തലമുടി ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുകയാണേ. അപ്പോൾ
അത് മാറ്റിയിട്ട് വരാണ്. അങ്ങനെ വരാൻ ചമ്മലാത്രേ. ഓണം ഫോട്ടോഷൂട്ട് അടിപൊളിയായിരുന്നു. അപ്പം ഞാൻ സജസ്റ്റ് ചെയ്യുന്ന നല്ല അടിപൊളി ഫോട്ടോഷൂട്ടുകൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പാലക്കാട് ജില്ലക്കാരാണെങ്കിൽ കടമ്പഴിപ്പുറം ശില്പ സ്റ്റുഡിയോ അല്ലേ പാപ്പു, ഗോപിയേട്ടൻ ആൻഡ് കോ. യെസ്, പാപ്പു കുളിയൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട്. പാപ്പുക്കുട്ടി ഉണ്ടല്ലോ ഇപ്പൊ ഇന്ന് പാപ്പുക്കുട്ടി ഞാൻ നമ്മളിവിടെ യുദ്ധം ഫോർ വാട്ട്. ഇവിടെ ഹോംവർക്ക് ചെയ്യാൻ നാളെ പരീക്ഷയാണ്. ഏതാണ് പരീക്ഷ? മാത്സ് പരീക്ഷയാണ്. അപ്പൊ ഞങ്ങൾ രാവിലെ ഇവിടെ എന്തായിരുന്നു എന്തായിരുന്നു ഇവിടെ ഞങ്ങള് കാണില്ലടോ തന്നെ ഇടുവാ. കുളിയൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട് ഒരാള്. അപ്പൊ എല്ലാവരോടും ഹായ് പറയും. കുറേ പേര് ചോദിച്ചു പാപ്പുനെ. അതാ ഒരു ഹായ്, അതാ പാപ്പു കമോൺ എന്ന് പറയുന്നുണ്ട് കലേഷ് അങ്കിള്. ഇവിടെ ഇരുന്നോ കുറച്ചു നേരം, എന്തെങ്കിലുമൊക്കെ സംസാരിക്കാലോ. പാപ്പുക്കുട്ടി നമ്മുടെ ചീഫ് ഗസ്റ്റ്, അല്ലെങ്കിൽ എന്താ പറയാ എന്തോ പറയൂലോ ഇടയില്, ഗസ്റ്റ് റോൾ, സ്പെഷ്യൽ ഗസ്റ്റ്, സ്പെഷ്യൽ അപ്പിയറൻസ് ഓർ ഗസ്റ്റ് റോൾ. ദാ വാം വെൽക്കം. എല്ലാവരും ഇതാ ഹായ് പറയോ ചോദിക്കുന്നുണ്ട്. അവളെ ശരിക്കും പേര് സ്വാതിക. എച്ചില്ല കേട്ടോ പാപ്പു എല്ലാവരും അടുത്ത് സ്വാതിക എന്ന് പറഞ്ഞിട്ട് അപ്പൊ തന്നെ പറയും എച്ചില്ല കേട്ടോ, TIKA SWATIK. കാരണം എല്ലാവരും അവളെ പേരിൽ എച്ച് എഴുതും. അപ്പോൾ TIKA എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പാപ്പു പറയും സ്വാതിക സരിൻ എച്ചില്ല. അപ്പോൾ എങ്ങനെയാണ് നെഗറ്റീവ്, അയ്യോ ഞാൻ ഇത് വായിക്കുമ്പോഴേക്കും പോവാണല്ലോ, എങ്ങനെയാണ് നെഗറ്റീവ് കമൻസ് വരുമ്പോഴും സോണി നെല്ലൂർ ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് നെഗറ്റീവ് കമൻസ് വരുമ്പോൾ കൂളായി. സോണി ഞാൻ പറഞ്ഞില്ലേ, നെഗറ്റീവ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇരിക്കുമ്പോൾ പോസിറ്റീവ് മാത്രം വരുമെന്ന് വിചാരിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ ഇരിക്കാൻ പറ്റും? ഒരിക്കലുമില്ല. സോഷ്യൽ മീഡിയയിൽ നമുക്ക് നെഗറ്റീവ് വരും, പോസിറ്റീവ് വരും. നമ്മൾ പറയുന്നത് എല്ലാവരും യോജിക്കണം എന്നൊന്നുമില്ല. എനിക്കൊരിക്കലും വിമർശനങ്ങളോ അല്ലെങ്കിൽ നെഗറ്റീവ് കമൻസോ എനിക്കൊരു പ്രോബ്ലമേ അല്ല. പക്ഷേ ചില ആളുകൾ ഭയങ്കര ടോക്സിക് ആയിട്ട് അനാവശ്യമായിട്ട്, അതായത് ഒരു സഭ്യതയില്ലാത്ത അശ്ലീല കമൻറ്റുകൾ, വൃത്തികെട്ട കമൻറ്റുകൾ, അതായത് ഒരു റെലവൻസും ഇല്ലാത്ത കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോഴാണ് ഞാൻ അതിന് പ്രതികരിക്കാറുള്ളത്. അല്ലാതെ നെഗറ്റീവ് കമൻസ് ഇടുന്ന, അപ്പോൾ ഞാനൊരു അഭിപ്രായം പറഞ്ഞു, നിങ്ങളുടെ അഭിപ്രായത്തോട് എനിക്ക് യോജിപ്പില്ല എന്ന് ഒരാൾ പറഞ്ഞാൽ അതിനെന്താ തെറ്റ്? അദ്ദേഹത്തിന് യോജിപ്പില്ല, ദാറ്റ്സ് ഫൈൻ, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണ്ടേ. അപ്പോൾ നെഗറ്റീവ് കമൻസ് ഒന്നും ഒരു പ്രശ്നമേ അല്ല. നമ്മൾ പറയുന്ന കാര്യത്തിൽ നമുക്ക് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഏത് നെഗറ്റിവിറ്റിനെയും നമുക്ക് ഡീൽ ചെയ്യാവുന്നതേ ഉള്ളൂ. സ്വാതിക അല്ല സ്വാതിക. ഫിലിപ്പങ്കിൾ പറയുന്നുണ്ട് സ്വാതിക, SWATIKA. സ്വാതിക. സ്വാതി എന്ന് വിളിച്ചാൽ മതി. അവര് പാപ്പു എന്നല്ലേ വിളിക്കണം, പിന്നെന്താ? താങ്കൾക്കെതിരായും വല്ലതും വരും. അയ്യോ, ബാലേന്ദ്രൻ പിള്ള ചേട്ടൻ പറയുന്നുണ്ട് താങ്കൾക്കെതിരായി എന്തെങ്കിലും വരും, സൂക്ഷിക്കണം എന്ന്. വരണത് വരട്ടെ എന്ന്. എന്താ ഇപ്പോൾ നമ്മൾ ഇതിനൊക്കെ ചെയ്യുക? നമ്മുടെ ഈ AI കാലഘട്ടത്തിൽ ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ആർക്കെതിരെ വേണമെങ്കിലും ചെയ്യാം. പക്ഷേ നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു നിയമ സംവിധാനമുണ്ട് അല്ലേ, നമുക്ക് നിയമത്തിന്റെ സഹായം. പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം പറഞ്ഞാൽ നമ്മുടെ സോഷ്യൽ മീഡിയയുടെ പ്രശ്നം എന്താണെന്നറിയോ? നമ്മളെപ്പോഴും പറയാറില്ലേ, സത്യം ചെരുപ്പിടുമ്പോഴേക്കും നുണ 3 തവണ ലോകം ചുറ്റുന്നു. അതായത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പല തെറ്റായിട്ടുള്ള വിവരങ്ങളും അങ്ങ് പരക്കുകയാണ്. പല പെയ്ഡ് ചാനലുകൾ, പല പെയ്ഡ് പേജുകൾ, ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ വാങ്ങി തെറ്റായിട്ടുള്ള വിവരങ്ങൾ അങ്ങ് പരത്തുകയാണ്. അപ്പോൾ ഇതിന്റെ പ്രശ്നം പറഞ്ഞാൽ സത്യം നമ്മൾ അറിഞ്ഞു വരുമ്പോഴേക്കും ഈ തെറ്റ് അല്ലെങ്കിൽ ഈ നുണ ലോകത്തെ എല്ലാവരുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടാവും. അപ്പോൾ AI കാലഘട്ടത്തിൽ അതിൻ്റെ ഒരു നെഗറ്റീവ് വശമാണിത്. ആർക്കും ആരെപ്പറ്റിയും എന്ത് വേണമെങ്കിലും പറയാം, എന്ത് ചീത്ത വർത്തമാനം വേണമെങ്കിൽ പറയാം. പക്ഷേ അപ്പോഴും നമുക്കൊരു ഹോപ്പുള്ളത്, നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നല്ല ബോധ്യം ഉണ്ടെങ്കിൽ, നമുക്ക് മടിയിൽ കനയില്ലെങ്കിൽ നമ്മൾ ആരെ പേടിക്കണം? അങ്ങനെ പേടിച്ചിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമോ? പറയണവർ പറയട്ടേന്നേ, നമ്മൾ തെളിയിക്കും. നമ്മുടെ ചിലപ്പോൾ സമയമെടുക്കുമായിരിക്കും, നമ്മുടെ നിരപരാധിത്വം തെളിയിക്കപ്പെടാൻ സമയമെടുക്കുമായിരിക്കും. പക്ഷെ എടുത്തോട്ടെ, കുഴപ്പമില്ല. ഇപ്പോൾ ഞങ്ങൾ അതുകൊണ്ടല്ലേ ഞങ്ങൾ മാനനഷ്ട കേസിന്റെ കാര്യം ഞങ്ങൾ പറഞ്ഞല്ലോ, നമ്മൾ അതുമായിട്ട് ഞങ്ങൾക്ക് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ആ കേസായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. അതിന് സമയമെടുക്കും. ഇപ്പോൾ ഒരു കോടതിയിൽ നമ്മളൊരു മാനനഷ്ട കേസ് ഫയൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ചിട്ടവട്ടങ്ങൾ കുറേ ഉണ്ട്, സമയമെടുക്കും. എടുത്തോട്ടെ, കുഴപ്പമില്ല. പക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് നീതി കിട്ടും, സത്യം തെളിയിക്കപ്പെടും. സത്യത്തിനെ പെർമനന്റ് ആയിട്ട് ആർക്കും മറച്ചു വെക്കാൻ പറ്റില്ല. ട്രൂത്ത് വിൽ പ്രിവെയിൽ അല്ലേ പാപ്പു? വാട്ട് ഡു യു തിങ്ക്? താങ്കളുടെ അഭിപ്രായം രേഖപ്പെടുത്തൂ. അവർ പറയുന്നത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ റോങ് ആയിട്ടുള്ള അലിഗേഷൻസ് നമുക്ക് പറയാമെന്ന് ഒബ്വിയസ്ലി പറയാം അല്ലേ? ഓക്കെ, allegations വന്ന if you know that you've not done anything wrong എന്താ കുഴപ്പം? പാപ്പുവിനെ മിണ്ടാ വിടൂ എന്ന് പറയുന്നുണ്ട്. പാപ്പു മിണ്ടൂ. അപ്പൊ അതാ പറയുന്നത്. പാപ്പു പറയൂ, അങ്ങനെ റോങ് അലിഗേഷൻസ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം നമ്മൾ? റോങ് അലിഗേഷൻസ് നമ്മളെ ആൾക്കാർ അറിയും പറഞ്ഞിട്ട് വെറുതെ അതിനെ അവിടെ സ്പ്രെഡ് ചെയ്യാൻ പറ്റില്ല. യു ഹാവ് ടു ഡു സംതിങ് ടു സ്റ്റോപ്പ് ഇറ്റ് അറ്റ്ലീസ്റ്റ്. അതെ, അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? യു ക്യാൻ
say you can എന്താണ് എവിഡൻസ് പ്രൊവൈഡ് ചെയ്യാം അത് ശരിയല്ല എന്ന് എക്സ്പോസ് ചെയ്യാം, പക്ഷെ ലൈക്ക് റെസ്പെക്ട്ഫുൾ ആയിട്ട്. അതെ, റെസ്പെക്ട്ഫുൾ ആയിട്ട്, ദാറ്റ്സ് ട്രൂ. അതെ, നിങ്ങളെ ഇങ്ങനെ പറഞ്ഞ കാരണം അങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞാൽ യുവർ സെയിം ലെവൽ ആസ് ആ മിടുക്കി അവള് പറഞ്ഞത് നല്ല കുട്ടി. അതായത് ആരെങ്കിലും നമ്മളെ പറ്റി മോശം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റെസ്പെക്ട്ഫുൾ ആയിട്ട് അത് തെറ്റാണ് എന്ന് തല ഉയർത്തി പറയാം. നമുക്ക് ലോ അല്ലെങ്കിൽ നമുക്ക് നമുക്കിവിടെ ഒരു സംവിധാനം ഉണ്ട് അല്ലേ, നമ്മുടെ നിയമമുണ്ട്, നമുക്കിവിടെ ലോ ആൻഡ് ഓർഡർ ഉണ്ട്, നമുക്ക് കോടതിയുണ്ട്, പോലീസുണ്ട്. അപ്പം നമുക്കൊരു നിയമമുണ്ട്, വി ഹാവ് അല്ലേ, ഒരു സിസ്റ്റം ഉണ്ട് ഇവിടെ. ആ സിസ്റ്റത്തിന്റെ സഹായം കൊണ്ട് നമുക്ക് നമ്മൾ ഇന്നസെന്റ് ആണ് എന്നുള്ളത് പ്രൂവ് ചെയ്യാം. പക്ഷേ ഇൻ എ റെസ്പെക്ട് മാനർ അല്ലേ. അവർ നമ്മളോട് ചെയ്യുന്ന മോശത്തരം നമ്മൾ അവരോട് ചെയ്യരുത്. ഈവൻ കുട്ടികൾക്ക് വരെ അറിയാം അല്ലേ. നമ്മൾ ഒരാളെ ഒപ്പോസ് ചെയ്യുകയാണെങ്കിലും നമ്മൾ ഒരാളെ എന്താ പറയാ വിമർശിക്കുകയാണെങ്കിലും ക്രിട്ടിസൈസ് ചെയ്യുകയാണെങ്കിലും ഇറ്റ് ഷുഡ് ബി ഡൺ ഇൻ എ റെസ്പെക്ട്ഫുൾ മാനർ. ഈ പരസ്പര ബഹുമാനമാണ് ഇന്ന് നമുക്ക് നഷ്ടപ്പെടുന്നത്. അപ്പോൾ അതാണ് നമ്മൾ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. നമ്മൾ ഒരാളുമായിട്ട് നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും എന്താണെങ്കിലും അതിനെ ഒരു മാന്യമായ രീതിയിൽ റെസ്പെക്ട്ഫുൾ ആയിട്ട് നമ്മുടെ മാന്യത. ഇപ്പൊ പാപ്പു പറഞ്ഞത് നിങ്ങൾ അവർ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങളും തിരിച്ചു ചെയ്താൽ നമ്മളും അവരും തമ്മിൽ ഡിഫറൻസ് ഇല്ല, വ്യത്യാസം ഇല്ല. എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിരുന്ന കാര്യമാണത്. ഞാൻ അവളോടും അതന്നെയാണ് പറഞ്ഞത് അല്ലേ. ഞാൻ പറയാറില്ലേ, അമ്മമ്മ പറയാറുണ്ട്. എൻ്റെ അമ്മ ടീച്ചറായിരുന്നു. എൻ്റെ അമ്മ എന്നോട് എപ്പോഴും പറഞ്ഞിരുന്ന കാര്യമാണ്, ഒരാൾ നമ്മളോട് മോശമായി പെരുമാറി നമ്മൾ തിരിച്ചും അതേപോലെ അതിൻ്റെ ഉത്തരമായിട്ട് അതേ മോശമായിട്ട് തിരിച്ചും പെരുമാറിക്കഴിഞ്ഞാൽ നീയും അയാളും തമ്മിൽ ഡിഫറൻസ് ഇല്ല, നീയും അയാളും ഒന്നാണ്. പിന്നെ നിനക്ക് അയാളെ കുറ്റം പറയാനുള്ള അർഹതയില്ല. അപ്പം ഞാൻ അത് തന്നെ പാപ്പുവിനും പറഞ്ഞു കൊടുക്കാറുണ്ട്. സോ നമുക്ക് തെറ്റിനെ തെറ്റെന്ന് പറയാം, അതിനെ എതിർക്കാം, എല്ലാം വിമർശിക്കാം, എല്ലാം ചെയ്യാം. പക്ഷെ അത് പരസ്പര ബഹുമാനം വെച്ചിട്ട് വേണം. ഇതാ പാപ്പു എത്രയിലാ പഠിക്കണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. യു എയിൽ നിയമവും പോലീസും ഉണ്ട്, കേരളത്തിൽ എവിടെയാണ്? എല്ലായിടത്തും നിയമവും പോലീസും ഉണ്ട്. ആതിര, നമുക്കിപ്പോൾ യു എയിലെ നിയമം, യു എയിൽ രാജഭരണമാണ് അറിയാലോ. ഇവിടെ ജനാധിപത്യമല്ല. നമ്മുടെ നാട്ടിൽ രാജഭരണം നമുക്കിനി സമ്മതിക്കാൻ പറ്റുമോ? അപ്പോൾ എല്ലാത്തിനും അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവും ഇല്ലേ. അപ്പോൾ നമ്മൾ യു എനെ വെച്ചിട്ട് കമ്പയർ ചെയ്യുന്നതിൽ എന്താ അർത്ഥമുള്ളത്? യു എയിലെ സിസ്റ്റം വേറെയാണ്, നമ്മുടെ ഇന്ത്യയുടെ സിസ്റ്റം വേറെയാണ്. അപ്പോൾ നമ്മളിപ്പോഴും രാജഭരണത്തിലായിരുന്നെങ്കിലോ അല്ലെങ്കിൽ ഇപ്പോഴും നമ്മളെ ബ്രിട്ടീഷുകാർ ഭരിക്കുകയായിരുന്നെങ്കിലോ അതൊക്കെ അതിന് അതിൻ്റെ നെഗറ്റീവും ഉണ്ട് പോസിറ്റീവും ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒന്നും ഒന്നിനേക്കാൾ മെച്ചമാണെന്ന് പറയുന്നതിൽ എനിക്ക് അതിനോട് യോജിപ്പില്ല. നമ്മുടെ നാട്ടിലും നിയമവും പോലീസും കോടതിയും ഒക്കെ ഉണ്ട്. നമ്മൾ കുറച്ചു കാലം ഫൈറ്റ് ചെയ്യേണ്ടി വരും, അത്രയേ ഉള്ളൂ. ഓക്കെ, പിന്നെന്താണ്? സേവനം പാവപ്പെട്ടവർക്ക് കൂടി. പിന്നെന്താ ഷിയാസേ, നമുക്കിപ്പോൾ പാവപ്പെട്ടവരെ പണക്കാരൊന്നും എന്നുള്ളതൊന്നുമില്ല. നമുക്ക് ഒരു ഡോക്ടർക്ക് നമ്മുടെ മുമ്പിൽ വരുന്ന രോഗികളെ ചികിത്സിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് തന്നെ ആയിരിക്കും തിരിച്ചു വന്നു കഴിഞ്ഞാൽ, കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ ചെയ്യാം. പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല, എന്തായാലും അത് അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് തന്നെ ആണ് തീരുമാനം. അച്ഛൻ്റെ മോളാന്ന് പറയുന്നുണ്ട് ബെനിച്ചേട്ടൻ. ആണോ? അച്ഛൻ്റെ മോളാണോ നമ്മുടെ മോളാണോ? പാപ്പു കേട്ടു. കാണുമ്പോ അച്ഛനായി തോന്നും. പിന്നെ മിക്സ് ആണോ? മിക്സ്? ഓഹോ, കാണുമ്പോ അച്ഛനായി തോന്നും അത്ര, പക്ഷെ ബിഹേവിയർ മിക്സ് അത്രേ. പിന്നെന്താണ്? അഞ്ജന പറയുന്നുണ്ട് ഡോക്ടറുടെ. അഞ്ജന, പിന്നെ ഇതിലും സന്തോഷം എന്താ കേൾക്കുന്നത്? നമ്മുടെ വീഡിയോസ് ഭയങ്കര ഹെൽപ്ഫുൾ ആണ് എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്ക് എന്താ കിട്ടാൻ? നിങ്ങളുടെ ഇങ്ങനെയുള്ള പോസിറ്റീവായിട്ടുള്ള കമൻസ് വായിക്കുന്ന ഒരു സന്തോഷത്തിൽ ഞാൻ ഈ നെഗറ്റീവ് കുറച്ചും ഭാരം ചോദിച്ചില്ല, എങ്ങനെ നെഗറ്റീവ് കമൻസിൽ പോസിറ്റീവായിട്ടിരിക്കാൻ പറ്റുന്നത്? 1000 പോസിറ്റീവ് കമൻസ് വരുമ്പോൾ അതിൽ 1-2 നെഗറ്റീവ് കമൻറ്റ് വരുമ്പോൾ നമ്മൾ 1000-ന് കൊടുക്കണോ വെയിറ്റേജ്, അതോ 1-2 ഞാൻ അതുകൊണ്ട് എപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ കേൾക്കാറുള്ളത്. സാർ എവിടെ പോയി? സാറ് നാട്ടിലാന്നേ, ഞങ്ങൾ ഷാർജയിലല്ലേ. ഞാനും പാപ്പൂസും എൻ്റെ അച്ഛനും ഞങ്ങളുടെ വത്സലേച്ചിയും ഞങ്ങൾ 4 പേര് ഇവിടെ ഷാർജയിലാണ്. ഞാൻ വർക്ക് ചെയ്യുന്ന ഇവിടെയാണ്. സരിൻ പാലക്കാടാണ്. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവും. അങ്ങനെയാണ് ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ടുള്ള ജീവിതം. നെന്മാറെ ഡെഫിനറ്റ്ലി അടുത്ത തവണ വരാം കേട്ടോ. യെസ്, അന്നും ഇന്നും നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. ജബ്ബാർ, ഓക്കെ, താങ്ക് യു ജബ്ബാർക്ക. അത് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, നമ്മളെ കേൾക്കുന്നവർക്കും നമ്മളെ അറിയുന്നവർക്കും അതറിയാം. നല്ല കാര്യങ്ങളും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുമാണ് ഞാൻ പറയാൻ ശ്രമിക്കാറുള്ളത്. പക്ഷേ കുറച്ച് പേരിങ്ങനെ വന്ന് നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിന് ഉത്തരങ്ങൾ മാത്രമായിട്ട് ചിലപ്പോൾ എനിക്ക് ചില പോസ്റ്റുകളൊക്കെ ഇടേണ്ടി വരാറുണ്ട് അവർക്ക് ഉത്തരമായിട്ട്. അത് അവർ മാത്രം എടുത്താൽ മതി, അത്രയേ ഉള്ളൂ. പിന്നെന്താണ്? അജിത്ത് സുഖാണോ? പിന്നെ അഹമ്മദ് ജോസ്, അഭിജോഷ്, ഞാനൊരു കലാകാരനാണ്. ഹോ, താങ്ക് യു. ശോഭന, ജിതുൻ ചോദിക്കുന്നത് ഹൗ ആർ യു? പിന്നെ സുഖം. പാപ്പുക്കുട്ടി അടുത്തേക്ക് വാ, മുടി ഉണങ്ങിക്കോട്ടടാ.
ഉണങ്ങണ്ട, അതിങ്ങനെ പിടിച്ചിട്ട് തിരിക്കണ്ട, അപ്പോൾ അത് ഉണങ്ങില്ല. വാ, പാപ്പൂട്ടിക്ക് ലോങ് ഹെയറാ, അമ്മയെ പോലെ അല്ല, കണ്ടോ ലോങ് അയ്യോ എന്താണ് അയ്യോ തൻ്റെ ഹെയർ സ്റ്റൈലൊന്നും ഒരു കുഴപ്പമില്ല. യെസ്, അനീഷ് പറയുന്നുണ്ട് ഞാനും പണ്ട് ദുബായിലുണ്ടായിരുന്നു. യെസ്, ഗുഡ്. സജീഷ് വയനാട് വരണം. പിന്നെന്താ, പിന്നെ എന്തൊക്കെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയൂ. പിന്നെ എന്താണ് സൺഡേ ആയിട്ട് എന്താണ് പരിപാടി? ഇപ്പം അവിടെ എത്ര മണി ആവാറായിട്ടുണ്ടാവും? അയ്യോ 8, 6:30, 8 മണി കഴിഞ്ഞു അല്ലേ? 8:10 അല്ലേ? യെസ്, 8:10 കഴിഞ്ഞിട്ടുണ്ടാവും. സരനേട്ടൻ പാലക്കാട് നിങ്ങളുടെ അടുത്താണ് താമസം ആണോ? ഓ ഗുഡ്. കണ്ണാടിയാണ് താമസം, കണ്ണാടി ഭാഗത്താണ് താമസം സരൻ. ഹായ് ഷൈനി, താങ്ക് യു. നെക്സ്റ്റ് ടൈം വരുമ്പോൾ കല്ലടി സ്കൂളിൽ വരണം. പിന്നെന്താ, കല്ലടി സ്കൂള് ഗെറ്റ് ടുഗദർ അറേഞ്ച് ചെയ്യൂ. അയ്യോ ഞാനോ സുമിത, കല്ലടി സ്കൂളിൽ ഗെറ്റ് ടുഗദർ ഞാൻ എങ്ങനെ അറേഞ്ച് ചെയ്യാനാണ്? എന്തെങ്കിലും ഗെറ്റ് ടുഗദർ ഉണ്ടെങ്കിൽ ഞാൻ വരാം. എനിക്കിപ്പോൾ അങ്ങനെ കോൺടാക്റ്റ് ഒന്നും ഇല്ലാന്നേ. കല്ലടി സ്കൂളിലാണ് ഞാൻ എൻ്റെ 8, 9, 10 പഠിച്ചത്, എൻ്റെ ഹൈസ്കൂൾ കാലഘട്ടം. സേവനം എന്നാണ് സാധാരണക്കാരുടെ മക്കൾക്ക്. ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് എന്തായാലും അത് ഞാൻ പറഞ്ഞ കാര്യമാണല്ലോ. സുഖാണല്ലോ അജയൻ, രതീഷ്, അമത്. ഞാൻ കലേഷിന്റെ എന്താ പറയുക കമന്റുകൾ നോക്കുന്നുണ്ട്, അതിന് ഉത്തരവും പറയുന്നുണ്ടല്ലോ. കുഞ്ഞിന്റെ മുടി കണ്ടുവെച്ചു. മോൾ ഇവിടെയാണ് പഠിക്കുന്നത്. അവള് ദുബായിലാണ് പഠിക്കുന്നത്, കാംബ്രിഡ്ജ് ഇന്റർനാഷണൽ സ്കൂള്, ജെംസിന്റെ കാംബ്രിഡ്ജ് ഇന്റർനാഷണൽ സ്കൂൾ. അത് വാഗമൺ അല്ല സൈജു, അത് പൈൻമരം, നമ്മുടെ ഊട്ടിയിലെ പൈൻ ഫോറസ്റ്റ്. അത് വാഗമൺ അല്ല കേട്ടോ, ഊട്ടിയിലെ പൈൻ ഫോറസ്റ്റാ. അവിടെ പോയപ്പോൾ എടുത്തതാ. വിനീത ഹായ്. പിന്നെന്താ വിനീത ഹായ്. വേണുഗോപാൽ, പ്രജീഷ്, നിങ്ങൾ തുടക്കത്തിൽ ഉണ്ടായിരുന്ന അത്രയും പേര് ഇപ്പോഴും ലൈവിലുണ്ട്. അത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം കേട്ടോ. സാധാരണ ചിലപ്പോൾ ലൈവ് തുടങ്ങി കുറച്ച് കഴിയുമ്പോഴേക്കും എല്ലാവരും കൊഴിഞ്ഞു പോകും. പക്ഷേ ഇപ്പോഴും 400+ ആളുകൾ ലൈവിലുണ്ട്. വളരെ സന്തോഷം. രൂപേഷ്, ഹംസ, രജി, നവാസ്. സുഖം. ഇവിടെ എന്താ സുഖത്തിന് കുറവ്? സന്തോഷമായി, സമാധാനമായി, സുഖമായിരിക്കണം. വിജയകുമാർ, ഹസ്ബൻഡിന്റെ നാട്ടിൽ എന്താ ജോലി? ഹസ്ബൻഡ് ചെറിയൊരു രാഷ്ട്രീയക്കാരനാണ്. പാപ്പു ചിരിക്കുന്നു. ചെറിയൊരു രാഷ്ട്രീയക്കാരനാ അല്ലേ ബാബു? അച്ഛൻ എന്താ ജോലി എന്ന് ചോദിച്ചു. ആരോ ചോദിച്ചു. വെർ ഈസ് യുവർ ഹൗസ് അറ്റ് മണ്ണാർക്കാട്? മണ്ണാർക്കാട് ടൗണിൽ തന്നെ, നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ, ആപത്ത് കാത്ത ഗണപതി അമ്പലത്തിന്റെ തൊട്ടടുത്ത്. നമ്മുടെ ടൗണിൽ തന്നെ, നഞ്ചപ്പ നഗർ എന്ന് പറയും. പാപ്പു ഡോക്ടറാവോ ചോദിക്കണ്ട പാരന്റ്സിനെ പോലെ? നോ വൈ? ബട്ട് വൈ? പാപ്പുന് പിന്നെ എന്താവാൻ ഇഷ്ടം പറ? എന്നെ പോലെ ഇൻഫ്ലുവൻസറോ? എടോ എനിക്കൊരു ജോലി ഉണ്ടോ. ജോലി എന്ത് ചെയ്യാനാണ് ചോദിച്ചത്? ഫിലോസഫി എന്തെങ്കിലും, തെറപ്പിസ്റ്റ് എന്തെങ്കിലും. ഓക്കെ, തെറപ്പിസ്റ്റ് മീൻസ് ലൈക്ക് സൈക്കോളജിസ്റ്റ് പോലെയോ? ഓക്കെ, വാട്ട് എവർ, എന്ത് വേണമെങ്കിലും ആവാം. വാട്ട് എവർ യു ലൈക്ക്. പിന്നെന്താണ്, നെറ്റിയിൽ കുറിയുണ്ടല്ലോ, അമ്പലത്തിൽ പോയോ? ഇവിടെ അമ്പലം, ഇവിടെ ഷാർജയിൽ അമ്പലമല്ലേ ഒന്നാമത്, ദുബായിൽ മാത്രമേ അമ്പലമുള്ളൂ. അമ്പലത്തിലൊന്നും പോയില്ല. പിന്നെ വൈകുന്നേരം വിളക്കുകൊളുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുളി കഴിഞ്ഞ സമയത്ത് ഞങ്ങളൊന്ന് എന്താ പറയുക, നമ്മുടെ ഉണ്ണിക്കണ്ണനെയൊക്കെ ഒന്ന് കണ്ടിട്ട് ചെറുതായൊരു ഭസ്മൊക്കെ തൊടും. അതൊക്കെ ഒരു ശീലമാണ്. മലപ്പുറം വന്നിട്ടുണ്ടോ? പിന്നെന്താ, ഞാൻ മലപ്പുറം പെരിന്തൽമണ്ണ ഇവിടെ മൗലാന ഹോസ്പിറ്റലിൽ മുത്തപ്പ് വിളിക്കണം. ചെല്ലേ മൗലാന ഹോസ്പിറ്റലിൽ ഏകദേശം 2 വർഷത്തോളം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ കുളത്തിയിട്ടില്ലേ ചേച്ചി ചിലപ്പോൾ ഇങ്ങോട്ട്. പിന്നെന്താണ്, ശാസ്ത്രജ്ഞനാവാൻ പറയുന്നുണ്ടോ സൗണ്ടടാ. പിന്നെന്താണ്, ആലപ്പുഴ വള്ളംകളിയൊക്കെ അടിപൊളിയായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്, പക്ഷേ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ലൈക്ക് അതിൻ്റെ വള്ളംകളി കാണാന്നുള്ളതിനേക്കാൾ കൂടുതൽ അവിടുത്തെ ആ ഒരു വൈബ്, എന്തൊരു സ്പിരിറ്റാന്നറിയോ? പാപ്പുനെ പറയൂ, പാപ്പുൻ്റെ എക്സ്പീരിയൻസ് പറയൂ. അത്രയും നല്ലതൊന്നല്ലാന്നോ? ഹൈപ്പ് പാപ്പു 2 മണിക്കൂർ ഉറങ്ങിയിരുന്നു. പാപ്പു ഉറങ്ങാൻ പറഞ്ഞാലേ പാപ്പുന് ഈ ചൂട് പറ്റില്ല, പാപ്പുന് വേർക്കാൻ പറ്റില്ല. അങ്ങനെ ഈ വേർപ്പിന്റെ അസുഖമുള്ളവർക്ക് അവിടെ പോകാൻ പറ്റില്ല. കാരണം അത്യാവശ്യം അവിടെ എയർ കണ്ടീഷൻഡ് ഒന്നുമല്ല, ഫാനൊന്നുമില്ല. നമുക്കൊരു ഗാലറി പോലുള്ള സ്ഥലമാണ്. പിന്നെ അത്യാവശ്യം നല്ല ചൂട്, വേർപ്പ്, അതൊക്കെ നിങ്ങൾ കണ്ടതല്ലേ. അപ്പോൾ പാപ്പുന് അതൊന്നും പറ്റില്ലേ. അപ്പോൾ അതുകൊണ്ട് പാപ്പു അവിടെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം
എന്താ വെച്ചാൽ അതിൻ്റെ ആ ഒരു 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 സ്പിരിറ്റ് ഭയങ്കരമായിരുന്നു. എൻ്റെ അമ്മയെ ഈ ഓരോ എന്താ പറയുക ഓരോ വള്ളങ്ങൾ തമ്മിലുള്ള ഓരോ ഗ്രൂപ്പുകൾ, അതായത് ഇപ്പോൾ ഓരോ പേരുകളുണ്ടല്ലോ, കാരിച്ചാൽ, പിന്നെ ഈ പറയുന്ന അങ്ങനെ 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 ഓരോ പേരുകൾ. അപ്പോൾ അവർ തമ്മിലുള്ള ആ ഒരു കോമ്പറ്റീഷൻ സ്പിരിറ്റ് ഭയങ്കരമാണ്. പിന്നെന്താണ്, യാ പിന്നെന്തൊക്കെ വിശേഷങ്ങൾ? നമ്മുടെ ഗവൺമെൻറ്, ഇത് ഞാൻ പറഞ്ഞത് കാര്യം പറഞ്ഞതാണല്ലോ, ഗവൺമെൻറ് നമ്മൾ തിരിച്ചു വരുമ്പോൾ അതെല്ലാം പരിഗണിക്കും. MBBS ഡോക്ടേഴ്സിന് ജോലി സാധ്യത കുറവാണ്. ഇവിടെ നമുക്ക് സ്പെഷ്യലിസ്റ്റ് ആയിട്ടൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ UAE നമ്മൾ PG, അതായത് MDയോ DNB ഒക്കെ കഴിഞ്ഞ് 3 വർഷത്തിൻ്റെ എക്സ്പീരിയൻസിന് ശേഷം മാത്രമേ നമുക്കിവിടെ പരീക്ഷ തന്നെ എഴുതാൻ പറ്റൂ. MBBS ഒക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ സാധ്യതകൾ വളരെ കുറവാണ് കേട്ടോ. ഖത്തറിലേക്ക് സ്വാഗതം. പിന്നെന്താണ്, വരാലോ. പാപ്പു വീഡിയോയിൽ ഉറങ്ങിയിട്ടൊന്നുമില്ല, പക്ഷെ പാപ്പു ഇങ്ങനെ തൂങ്ങിയിരിക്കുകയായിരുന്നു. നീ ഉറങ്ങിയില്ല അവിടെ വള്ളംകളിക്ക് പോയപ്പോ? ഉറങ്ങി. അതന്നെ, പാപ്പു ഉറങ്ങിയില്ലല്ലോ എന്നാ ചോദിക്കുന്നത്. ഞാൻ നല്ലോണം ഉറങ്ങി, 1 മണിക്കൂർ ഉറങ്ങി. ഓക്കെ, അപ്പൊ എന്നാ നമുക്ക് പതുക്കെ വൈൻഡപ്പ് ചെയ്യാം. കുറെ സമയമായി അല്ലേ, ഏകദേശം ഒരു 1 hour ആവാൻ പോകുന്നു. അപ്പോൾ തടി കുറച്ചോ ചോദിക്കുന്നുണ്ട്. യെസ്, തടി കുറച്ചു. തടി ലേശം കുറച്ചു. ഇപ്പോൾ ഏകദേശം ഒരു 60-63 കിലോ ഒക്കെ ആയ സമയത്ത് ഞാനൊന്ന് ഡയറ്റൊക്കെ ഒന്ന് സ്ട്രിക്റ്റ് ആക്കി ഇപ്പോൾ ഒരു 56 കിലോയിലേക്ക് എത്തിയിട്ടുണ്ട്. സോ ഒന്ന് കഷ്ടപ്പെട്ട് ഒന്ന് കുറച്ചതാണ്. ഇപ്പോൾ ഓക്കെയാണ്, ഇപ്പോൾ കറക്റ്റായിട്ടിരിക്കുന്നു. ഓണം ഫോട്ടോഷൂട്ട് നല്ലപോലെ ഇഷ്ടപ്പെട്ടു പറയേണ്ട അഞ്ജന. താങ്ക് യു അഞ്ജന, ഞങ്ങൾക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എപ്പോഴും ചെയ്യുന്നതിനേക്കാൾ ഭയങ്കര ഡിഫറൻസ് ഉണ്ടായിരുന്നു. നല്ല ആംബിയൻസ് ആയിരുന്നു, നല്ല സ്ഥലമായിരുന്നു. പിന്നെ ഫോട്ടോ എടുക്കാൻ വന്നവർ ആസ് യൂഷ്വൽ അവർ അടിപൊളിയായിരുന്നു. ഓ, പാപ്പു ഈസ് ആൻ ഇൻ്റലിജൻറ്റ് ഗേൾ എന്ന് താങ്ക് യു പറയുന്നുണ്ട്. താങ്ക് യു എന്ന് പറയുന്നത് പാപ്പു. പിന്നെന്താണ്, സഖാവിനോട് അന്വേഷണം പറയണം. പിന്നെന്താ, ഡോക്ടർ ചെറുപ്പം മുതലേ ഇങ്ങനെ അത്യാവശ്യം ഞാൻ വർത്താനം പറയാൻ കുറച്ച് ഇഷ്ടമുള്ള, അതാ മുത്തപ്പ വിളിക്കണു. ശരി, വർത്താനം പറയാൻ കുറച്ച് ഇഷ്ടമുള്ള ആളാണ്. കുറച്ച് ചെറിയ വായാടി എന്നൊക്കെ പറയാം. അപ്പം ശരി പാപ്പുസേ, എന്നാൽ നമുക്ക് പതുക്കെ ബൈ ബൈ പറയാം. ടാറ്റ പറഞ്ഞോളൂ. ഓക്കെ, പാപ്പു പഠിക്കാൻ പോവുകയാണല്ലോ അല്ലേ? അതിനും മിണ്ടില്ല, കുട്ടി മിണ്ടുന്നില്ല. ആ ഓക്കെ, അപ്പോൾ ബൈ. അവിടെ അച്ഛൻ നിന്നിട്ട് ഓരോന്ന് കാണിക്കുന്നുണ്ട്. പട്ടുപാവാടയിലാ അത്ര പാപ്പു സുന്ദരി. പാപ്പുവിനെ പട്ടുപാവാട ഇടിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ അത് നിങ്ങൾ വിചാരിക്കണ പോലെ അത്ര ഈസി പരിപാടിയൊന്നുമല്ല. കൊല്ലത്തിലെ ഈ ഓണത്തിന് അവളുടെ പിറന്നാളിനാണ് ആകെ അവളൊരു പട്ടുപാവാട ഇടുന്നത്. പിന്നെ ഈ ഗുരുവായൂരെ പോണ പോലെ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ അത് ഞാൻ കയ്യും കാലും പിടിച്ചിട്ടാണ്. അവൾക്ക് പട്ടുപാവാട ഒട്ടും ഇഷ്ടമല്ല. അപ്പൊ കണ്ടില്ലേ പാപ്പു പറയണ, പാപ്പു പട്ടുപാവാടയിലാണ് സുന്ദരി. പട്ടുപാവാട കംഫർട്ടബിൾ ആവുമ്പോൾ കുഴപ്പമില്ല, പക്ഷെ മോസ്റ്റ് ഓഫ് ദ ടൈം ഭയങ്കര ഇച്ചുണ്ട്. പാപ്പു പറയണത് അതാണ്, ഇച്ചിയുന്നു. അതായത് ഈ പട്ടുപാവാടയുടെ ആ പട്ടിൻ്റെ ചൊറിയും. അപ്പോൾ അത് കാരണം അവൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള കോട്ടൺ ക്ലോത്താണ്. അതിപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനും കുട്ടിയായിരുന്നപ്പോൾ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു കേട്ടോ. ഈ പട്ടുപാവാട ഒരു ബുദ്ധിമുട്ടാണ്. പക്ഷേ പെൺകുട്ടികളെ പട്ടുപാവാടയിൽ കാണാൻ ഭയങ്കര ചന്തമാണ്. അത് നമ്മൾ പറയുന്നത് ശരിയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫോട്ടോസ് ഞാനും അച്ഛനും കൂടി പറയായിരുന്നു. പാപ്പുവിൻ്റെ ഒരു പച്ച പട്ടുപാവാടയിൽ ഞങ്ങൾ ഗുരുവായൂരിൻ്റെ അടുത്തൊരു ഫോട്ടോ, എന്ത് ക്യൂട്ടാണ്. അച്ഛൻ വാൾപേപ്പർ ആക്കിയിരിക്കുന്നതാണ് അച്ഛൻ്റെ മൊബൈലിൽ. അപ്പോൾ എന്ത് രസമാണ് പാപ്പുവിനെ അതിൽ കാണാമെന്ന് ഞങ്ങൾ ഇന്ന് പറഞ്ഞതേ ഉള്ളൂ. പാപ്പു കുറച്ച് സൈലന്റ് ആണ്. പാപ്പു ഈസ് എ സൈലന്റ് ഗേൾ. പറയാനില്ല. ഓക്കെ, അപ്പോൾ ശരി. അപ്പോൾ എല്ലാവർക്കും ബൈ. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഞാൻ ഇടയ്ക്കൊക്കെ ലൈവിൽ വരാം. അപ്പോൾ കുറച്ച് നേരം നമുക്കിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരിക്കാം, അതൊരു രസമല്ലേ. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, സമാധാനമായിരിക്കുക, ആരോഗ്യത്തോടു കൂടി ഇരിക്കുക. ഓക്കെ, ഇന്നിപ്പോൾ ഒരു പാട്ട് പാടാനൊരു മൂഡില്ല. കുറേ പേര് പാട്ട് പാടുമോ ചോദിച്ചു. ഇന്നിപ്പോൾ ഒരു മൂഡില്ല. നമുക്ക് അടുത്ത ലൈവിന് ഞാൻ പാട്ട് പാടാം. ഓക്കെ. അപ്പോൾ ശരി കേട്ടോ, എല്ലാവർക്കും ലവ് യു, ബൈ. ഇതാ പോയി പഠിക്കൂ കുട്ടി എന്ന് പറയുന്നുണ്ട് ഹബീബങ്ങള്. ഓ അതെ. ശരി, ടാറ്റ പറഞ്ഞോളൂ. ഓക്കെ, അപ്പൊ ബൈ, ടേക്ക് കെയർ. എല്ലാവരും സുഖമായിരിക്കൂ, സന്തോഷമായിട്ടിരിക്കൂ. ഗുഡ് നൈറ്റ്.